നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. ഞാൻ ദേവിക ബൈജു. വീണ, ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോതമംഗലം കുട്ടമ്പുഴ വനത്തിൽ കുടുങ്ങിയ 3 സ്ത്രീകൾക്കായി തിരച്ചിൽ. കാട്ടാനക്കൂട്ടവും വെളിച്ചക്കുറവും വെല്ലുവിളി. തിരച്ചിലിന് പോയ 2 സംഘം മടങ്ങിയെത്തി. സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പ് സർക്കാരിന്റെ അറിവോടെ 2023 CAG റിപ്പോർട്ടിൽ 90 ജീവനക്കാർ പണം തട്ടിയതായി കണ്ടെത്തി. 40 കോടിയിലധികം രൂപ സർക്കാരിന് നഷ്ടം വന്നെന്നും കണക്കുകൾ. വൻ തട്ടിപ്പ് നടന്നിട്ടും ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാതെ സർക്കാർ. ജനം ബ്രേക്കിംഗ്. മുനമ്പത്തെ വഖഫ് അധിനിവേശ സമരം തകർക്കാനുള്ള സർക്കാർ CPM നീക്കങ്ങൾക്ക് തിരിച്ചടി. ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിൽ സമരസമിതി ഉന്നയിച്ച വിഷയം ഉൾപ്പെടുത്തിയില്ലെന്ന് പരാതി. അതൃപ്തി അറിയിച്ച സമരസമിതിയും ക്രൈസ്തവ സഭാ നേതൃത്വവും. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. അന്വേഷണം ഹൈക്കോടതി നിരീക്ഷണത്തിൽ. സർക്കാർ നീക്കം കോടതിയെ ലക്ഷ്യമായിരിക്കുമെന്ന ആശങ്കയും. ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ ജ്യോതിഷ പണ്ഡിതൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്. ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ ദേവപ്രശ്നം വെച്ച് മാറ്റേണ്ടതല്ല. ക്ഷേത്രത്തിന്റെ അധികാരം തന്ത്രിക്ക് മാത്രമല്ല തന്ത്രി കുടുംബത്തിനുമുണ്ടെന്ന് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ജനം TVയോട്. ഒരു തന്ത്രി കുടുംബത്തിലേക്ക് തന്ത്രം ഏൽപ്പിച്ചാൽ ചുമതല ആ തന്ത്രി കുടുംബത്തിനാണ്. അപ്പോൾ ആ കുടുംബത്തിൽ പ്രത്യേകിച്ച് അന്നത്തെ കാരണവര് നടത്തി വരുന്നു എന്നേ ഉള്ളൂ. അത് കൃത്യമായി തെറ്റുകൂടാതെ ആ പരിചരണം അല്ലെങ്കിൽ ആ നിയമേനജ എന്ന് പറഞ്ഞ കാലത്തിനും സമയത്തിനും ദിവസത്തിനും നവജാത ശിശുവിന് വൈകല്യമുണ്ടായ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ആലപ്പുഴയിലെത്തും. ഡോക്ടർമാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. സ്കാനിംഗ് സെന്ററിലും പരിശോധന. കുഞ്ഞിനെ വിദഗ്ധ സംഘം പരിശോധിക്കും. വൈദ്യുതിന് പിന്നാലെ യുക്രൈന് മുന്നറിയിപ്പുമായി റഷ്യ. കീവിലെ ഭരണ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടാകും. പുടിന്റെ ലക്ഷ്യം സമാധാന ശ്രമങ്ങൾ തകർക്കുന്നതെന്ന് സെലൻസ്കി. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 5ാം തോൽവി. FC ഗോവയുടെ ജയം എതിരില്ലാത്ത 1 ഗോളിന്. ബ്ലാസ്റ്റേഴ്സിനെ വീഴ്ത്തിയത് ബോറിസ് സിംഗ്. ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? അതെ, വളരെയധികം വൈറൽ ഫീവർ എല്ലാം വന്ന് എല്ലാവരും കിടപ്പിലാണെന്നാണ്. മഴ, വലിയ ചൂട്, മഴ അല്ലെ, പനി വല്ലാതെ പടർന്നു പിടിക്കുന്നു. ഞാൻ തന്നെ ഇപ്പോൾ 2-3 തവണ ചുമച്ചു. ചുമയുടെ പ്രശ്നങ്ങൾ, തൊണ്ടയടപ്പ് തുടങ്ങിയ എല്ലാ തരം അസുഖങ്ങളും. പക്ഷെ അതിൽ ഈ അസുഖങ്ങളിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലർക്കും വിട്ട് പനി വരുന്നു. ഒരിക്കൽ പനി വന്നവർക്ക് 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പനി വരുന്നു. അപ്പോൾ ഇത് എന്താണ് എന്ന കാര്യം ഒരിക്കലും എനിക്ക് തോന്നുന്നു നമ്മുടെ റിപ്പോർട്ടർമാർ ആ വിഷയം ചർച്ച ചെയ്തതുമാണ്, ഈ വാർത്ത കൊണ്ടുവന്നതുമാണ്. വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ആരോഗ്യ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ എല്ലാത്തിനും ആശുപത്രികളെ ആശ്രയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, ഇന്നലെ ആലപ്പുഴയിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ഉണ്ടായ സങ്കടകരമായ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കാൻ അവിടുത്തെ ഡോക്ടർമാർ തന്നെ പ്രതികരിച്ചത്, അല്ലെങ്കിൽ IMAയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെ പ്രതികരിച്ചത്, ഇതൊന്നും 100% ആക്യുറേറ്റ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് നമ്മുടെ ആശുപത്രികളിൽ എത്തും എന്ന അവസ്ഥ കൂടിയുണ്ട്. പക്ഷെ നമുക്ക് ഒരാശ്വാസമുണ്ട്, ദൈവത്തിനെ വിളിക്കാം. അതെ, ആദ്യം ശബരിമലയിലേക്ക് പോകാം അല്ലേ? ശരണമെൻ്റെ അയ്യപ്പ. ശരണമെൻ്റെ അയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA. Co-powered by ഇനിയെന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ് ഇൻ അസോസിയേഷൻ വിത്ത് GDS സുബാസന അഗർബത്തീസ്. ഇനി ആനന്ദം നിറയട്ടെ ഓരോ ആരംഭത്തിലും. മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ.
വ്രതശുദ്ധിയുടെ നാളുകളിൽ വീടെങ്ങും ഉയരട്ടെ മകരനക്ഷത്രങ്ങൾ. ആർഷ പ്യൂർ പൂജ പ്രൊഡക്ട്സ്. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമല സന്നിധാനത്തേക്ക് നമ്മൾ പോയാൽ ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്കെന്നാണ് നമ്മുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. അയ്യനെ കാണാൻ ഇന്നലെ മാത്രം എത്തിയത് 86,000-ഓളം ഭക്തരാണ്. ഇന്ന് വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. അതേസമയം സന്നിധാനത്തെ മാഗുണ്ട അയ്യപ്പ നിലയത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തെക്കുറിച്ച് ഇന്ന് ദേവസ്വം ബോർഡും സ്പെഷ്യൽ കമ്മീഷണറും ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകും എന്ന വാർത്ത കൂടിയുണ്ട്. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരും അഖിൽ പാലോട്ട് മഠവുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇരുവർക്കും സ്വാമി ശരണം. മുന്നോട്ട് പോകാം. എന്താണ് ഭക്തരുടെ ഇന്നത്തെ അവസ്ഥ? തിരക്ക് എന്ന് പറയുമ്പോൾ ഈ രാവിലെ ഉള്ള ഒരു തിരക്കാണോ, അത് കുറച്ച് താഴോട്ട്, അതായത് പമ്പ വരെയും നീളുന്ന വലിയൊരു ഒഴുക്ക് ഭക്തർക്ക് ഉണ്ടോ? എന്തൊക്കെ വിവരങ്ങൾ? തീർച്ചയായും ഇന്നും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് 12 വിളക്കിന് ശേഷം മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു ഗണ്യമായ വർധനയുണ്ടായിട്ടുണ്ട്. ഇന്നലെ മാത്രം 86,000-ഓളം തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് ഇന്നത് എത്തിയത്. അതോടൊപ്പം തന്നെ ഇന്നും അതിന് സമാനമായ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിന് സമാനമായുള്ള ഒരു തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ സ്വാമി ശരണം, എന്തായാലും അരുൺ പറഞ്ഞതുപോലെയാണ് ശബരിഗിരീശനായ പൊന്നമ്പലവാസൻ അയ്യപ്പസ്വാമിയെ കാണാൻ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഇപ്പോൾ 18ാം പടി കയറി സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരക്ക് അത് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതനുസരിച്ച് താഴത്തെ വലിയ നടപ്പന്തലും അതിനുശേഷം മരക്കൂട്ടം വരെ ഉണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം രാവിലെ 5 മണി മുതൽ 6 മണി വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 21,000 പേർ, അതായത് വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയും ചെയ്ത രാവിലത്തെ 1 മണിക്കൂറത്തെ കണക്ക് ശബരിമല PRD തന്നെ പുറത്തുവിടുമ്പോൾ ഉള്ളത് 21,000 പേരാണ്. ഒരു ദിവസം 80,000 പേരെന്ന നിലയ്ക്ക് നിജപ്പെടുത്തിയിട്ടുള്ള ഈ കണക്കിലാണ് രാവിലെ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം 21,000 അയ്യപ്പ ഭക്തർ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി മല ചവിട്ടി എത്തി എന്നുള്ള ഒരു കണക്ക് നമ്മളെ മുമ്പിലുള്ളത്. എന്തായാലും സന്നിധാനത്ത് നല്ല ക്രമീകരണങ്ങളോടുകൂടി തന്നെ അയ്യപ്പ ഭക്തർ ഇപ്പോൾ ശബരി ദർശനത്തിലേക്കായി പോകുന്നുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അയ്യപ്പന്മാർ ഇപ്പോൾ 18ാം പടി കയറി അവിടെ നിന്നും വലിയ നടപ്പന്തലിലേക്കുള്ള പോകുന്നുണ്ട്. സന്തോഷം അത് തന്നെയാണ്. ഭക്തനും ഭഗവാനും ഒന്നാകുന്ന ഇടത്തേക്ക് നോയമ്പ് നോറ്റെത്തിയ ആ ഭക്തരുടെ ഒരു മനസ്സിലെ ഒരു വികാരം തന്നെയാണ് ഏറ്റവും പ്രധാനമായി എത്തുന്നത്. എന്നാലും 18ാം പടി എത്തുന്ന ഭക്തർക്ക് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഇവിടേക്ക് എത്തുന്നത്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ, അതോടൊപ്പം തന്നെ ദേശങ്ങൾ താണ്ടി എത്തുന്നു. അവർ ഈ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ നടപ്പന്തലിലേക്ക് കഴിഞ്ഞ് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഈ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ തത്വമസി എന്നുള്ള ആ ഒരു വാചകത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭൂതി അത് തന്നെയാണ് ഓരോ ഭക്തന്റെയും മനസ്സിൽ പ്രകടമാകുന്നത്. കാരണം ശരിയാണ് 41 ദിവസത്തെ തുളസിമാല അണിഞ്ഞ് ഉള്ള വ്രതം അനുഷ്ഠിക്കുന്നു. അതിനുശേഷം വീണ്ടും കെട്ടു നിറയ്ക്കുന്നുണ്ട്. സർവമോക്ഷത്തിനും പ്രാപ്തിയേൽക്കാൻ വേണ്ടി നെയ്ത്തേങ്ങയിൽ നെയ്യ് നിറച്ച് സർവ്വ പാവങ്ങളെയും അയ്യന്റെ മുമ്പിൽ അഭിഷേകമായി അലിയിച്ചു കളയാൻ വേണ്ടി ഭക്തൻ വ്രതശുദ്ധിയോടുകൂടി 41 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി മല ചവിട്ടി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം പമ്പയിലെത്തുന്നു, പമ്പാ സ്നാനം കഴിയുന്നു. അവിടെ നിന്ന് അപ്പാച്ചിമേടും ശരംകുത്തിയാലും കരിമലയും നീലിമലയും ഒക്കെ താണ്ടി അവർ ഇവിടേക്ക് എത്തുമ്പോൾ 18 മോക്ഷപ്രാപ്തമായ 18 പടികളും ചവിട്ടി അവർ അയ്യന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ, അരുൺ സൂചിപ്പിച്ചത് ശരിയാണ്, അയ്യന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായ ആപ്തവാക്യം എഴുതി വെക്കുന്നു. ഞാനും നീയും ഒന്നാകുന്നു എന്ന ആ തത്വമസി പൊരുൾ എഴുതി വെക്കുന്ന കാഴ്ച കാണാം. അവിടെ നിന്ന് വീണ്ടും അയ്യന്റെ നടയിലേക്ക് എത്തുന്നു. ഒരു നിമിഷം അയ്യനെ കാണാൻ നെയ്യഭിഷേകപ്രിയനായിരിക്കുന്ന കർപ്പൂരപ്രിയനായിരിക്കുന്ന അയ്യനെ കണ്ടു തൊഴാനുള്ള ആ അയ്യന്റെ മുമ്പിൽ ചെന്ന് സർവ ആഗ്രഹങ്ങളും സർവവും പ്രാർത്ഥിച്ച് ശരണമന്ത്രങ്ങളാൽ മുഴക്കി ഒരു നിമിഷം ഒരു അതിന് മൈന്യൂട്ടായ സെക്കൻഡ് ആയിരിക്കും ചിലപ്പോൾ അയ്യനെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് 41 ദിവസത്തെ ത്യാഗം സഹിച്ച് അരുൺ സൂചിപ്പിച്ചതുവരെ പല കഠിനമായ വ്രതങ്ങളും താണ്ടി കുഞ്ഞയ്യപ്പന്മാർ, മാളികപ്പുറങ്ങൾ, വയസ്സായ ആൾക്കാർ, അമ്മമാർ, എങ്ങനെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ വ്രതശുദ്ധിയോടുകൂടി കഴുത്തിൽ തുളസിമാലയണിഞ്ഞ് ഓരോ അയ്യപ്പ ഭക്തനും അയ്യന്റെ മുമ്പിലെത്തുന്ന കാഴ്ച
അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്താണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അയ്യപ്പന്മാരുടെ മുഖത്ത് ഇന്നലെ രാത്രി നടയടച്ചതിനു ശേഷം ചിലപ്പോൾ മരക്കൂട്ടത്തോ അല്ലെങ്കിൽ വലിയ നടപ്പന്തലിലോ ഒക്കെ കാത്തുനിന്ന മണിക്കൂറോളം കാത്തുനിന്ന അയ്യപ്പ ഭക്തന്മാരാണ് ഇപ്പോൾ ഈ വരിയിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന എനിക്കും അരുണിനും പുറകിൽ കാണുന്ന ഈ നീണ്ട ക്യൂവിൽ നിന്ന് അയ്യപ്പന്മാർ വരുന്നത്. പക്ഷേ അതിന്റെ ഒരു പ്രയാസം പോലും ഇവിടെ നിൽക്കുന്ന ഒരു അയ്യപ്പന്മാരുടെ മുഖത്തില്ല എന്നതാണ് ആ പൊന്നമ്പലത്തിനകത്തിരിക്കുന്ന അയ്യന്റെ മുമ്പിലേക്ക് എത്താനുള്ള സന്തോഷമാണ് അവരുടെ മുമ്പിലുള്ളത് എന്നതാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി മാറുന്നത്. അരുണെ, ചെറിയ ഓഡിയോ പ്രശ്നം അഖിലിന്റെ മൈക്കിനുണ്ട് എന്ന് തോന്നുന്നു. അരുൺ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. ഈ പലപ്പോഴും അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കാൻ ഉള്ള ഇടത്താവളങ്ങളിൽ വലിയ വൃത്തിഹീനമായ സാഹചര്യം, അതിൽ ഈ മാവുണ്ടയിലെ കാര്യം നമ്മൾ വ്യക്തമായി നമ്മുടെ ക്യാമറ കണ്ണുകളിൽ കിട്ടിയതാണ്, നമ്മളത് ചർച്ച ചെയ്തതാണ്. നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ അവർ ഓടി വന്നത് വൃത്തിയാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷെ എന്നിട്ടും എത്ര വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അത് സൂക്ഷിച്ചിരുന്നത്. അതായത് മണ്ഡലകാലം തുടങ്ങി 2 ആഴ്ച പിന്നിടുമ്പോൾ ഉള്ള അവസ്ഥയെ കൂടിയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അത് സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടുന്നു. എന്ത് റിപ്പോർട്ടായിരിക്കും അവർ നൽകാൻ സാധ്യത? അവിടെ എന്തെങ്കിലും ഒരു തുടർ നടപടി, അതായത് താൽക്കാലികമായി ഒന്ന് വൃത്തിയാക്കിയതിനപ്പുറം തുടർ നടപടി ഉണ്ടോ? വീണ, നമുക്കറിയാം നമ്മുടെ മനോജ് കഴിഞ്ഞ ദിവസം മാങ്കൊണ്ടയിൽ എത്തി അവിടുത്തെ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉടനടിയാണ് അവിടെ നടപടി ഉണ്ടാകുന്നത്. വന്ന് അവിടെ വൃത്തിയാക്കുന്നു എങ്കിൽ പോലും അവിടെ ഈ ക്ലോസറ്റുകളടക്കം അടുക്കി വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം പോലീസിന് നൽകിയ മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ എത്തുന്ന ഭക്തരെ സ്വാമി എന്ന് വിളിക്കണം, അവരെ ബഹുമാനപൂർവ്വം അവരെ ആദരവപൂർവ്വം കാണണം എന്ന് പറയുമ്പോഴും ഇത്തരം ആദരമാണോ അവിടെ എത്തുന്നവർക്ക് നൽകുന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അല്ലേ? കാരണം അവർ വിരിവെച്ച് വിശ്രമിക്കുന്നതിന് തൊട്ടടുത്ത് അത്രത്തോളം മാലിന്യമാണ് കുമിഞ്ഞുകൂടി കിടക്കുന്നത്. എരുമേലിയിലെ അവസ്ഥയും മറ്റൊന്നുള്ള, അതായത് ഒരു കാര്യം വ്യക്തമാണ്, ഈ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. മണ്ഡലകാലം എന്നാണ് ആരംഭിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായൊരു ഡേറ്റ് ഉണ്ട്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വർഷവും മാറാറില്ല. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോ നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ അത് സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്ന ചിട്ട ഇല്ലാത്തതും അതിന്മേലൊരു നിരീക്ഷണം ഇല്ലാത്തതുമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം ഈ അവിടെയുള്ള ഈ ക്ലോസറ്റുകൾ, വാഷ് ബേസിനുകൾ, ഇതൊക്കെയും ചവറ്റുകുട്ടകൾ, ഇതൊക്കെയും റീപ്ലേസ് ചെയ്തതാണെന്ന് അവർ പറയുന്നു. അതായത് നേരത്തെ ഉപയോഗിച്ചത് മാറ്റി പുതിയത് ഉണ്ടാക്കിയതാണ് എന്ന്. എന്നിട്ട് ഈ മാറ്റിയതിന് എന്ത് ചെയ്തു? ഈ അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കേണ്ട എടുത്ത് കൊണ്ടുവന്ന് കൂട്ടിയിട്ടു. അത് എത്രത്തോളം അതവിടുന്ന് മാറ്റാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല. അപ്പോഴേക്കും മണ്ഡലകാലം ആരംഭിച്ചു. അപ്പോൾ ഇത് തുടങ്ങേണ്ട സമയത്ത് തുടങ്ങുകയും സമയബന്ധിതമായി തീർക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. യെസ്, അരുൺ കൊടുങ്ങൂരും അഖിലും തുടരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. അരുൺ, നമ്മൾ ചോദിച്ചതും അതാണ്. അപ്പോൾ എന്ത് റിപ്പോർട്ടായിരിക്കും ഇവർക്ക് കൊടുക്കാൻ കഴിയുക? ഞങ്ങൾ പെട്ടെന്ന് നടപടിയെടുത്തു എന്നുള്ളതാണോ? ഈ പെട്ടെന്ന് നടപടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ശേഷം നടപടിയെടുക്കാൻ കാത്തിരിക്കുകയാണോ ഇവരൊക്കെ? ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ദൃശ്യങ്ങളിലടക്കം ആ ഒരു തെളിവായി കൊടുക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. കാരണം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് കേവലം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അതിലേറ്റവും ദുഃഖകരമായ ഒരു കാര്യം, ഈ വേസ്റ്റുകൾക്കിടയിൽ വിരിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അയ്യപ്പന്മാരെത്തിയിരിക്കുന്നു. അത് അവർ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. മാളികപ്പുറങ്ങളടക്കമുള്ള ആളുകൾ അതിൽ കൃത്യമായ ഒരു കാര്യങ്ങൾ പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ കൃത്യമായ ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. ഏറെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ ഹൈക്കോടതി കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ കമ്മീഷണറോടും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനോടും റിപ്പോർട്ട് നൽകാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ആ റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്തും. ഇനി ഇത്തരം ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള കൃത്യമായ ഒരു താക്കീത്, ഏറ്റവും കൃത്യമായ ഒരു താക്കീത് തന്നെയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, തുടക്കത്തിൽ തന്നെ ഈ വിരിവ് വെക്കുന്നതിനൊക്കെ അടക്കമുള്ള സൗകര്യങ്ങൾ, ഒരു പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഉണ്ടാകുക. അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഉള്ള ഇടങ്ങൾ ഇങ്ങനെ കൃത്യമായി ഉപയോഗിക്കാനോ ഭക്തർക്ക് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായിരുന്നു ഇപ്പോൾ നേരത്തെ വീണ അവിടുന്ന് സൂചിപ്പിച്ചതുപോലെ മണ്ഡലകാലം ആരംഭിക്കുന്നത് വൃശ്ചികമാസം 1 എന്ന് ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കറിയാം. മണ്ഡല മകരവിളക്ക് മഹോത്സവം ശബരിമല സന്നിധിയിൽ ആരംഭിക്കുന്നത് അത് വൃശ്ചികമാസം 1-ാം തീയതിയാണ്. അതിലൊരു മാറ്റം പോലും ഉണ്ടാവില്ല. കാരണം ചില ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾക്ക് ഒരു നിമിഷം പോലും മാറ്റം ഉണ്ടാകാതെയാണ് പോകുന്നത്. അപ്പോൾ വൃശ്ചികമാസം 1-ാം തീയതി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെത്തുന്ന സന്നിധാനത്തെ അയ്യപ്പന്മാർക്ക് സുഗമമായ രീതിയിൽ വിരമിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളത് അത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പരിപൂർണമായ ഉത്തരവാദിത്തം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്നിധാനത്തെ മാങ്കുണ്ടം അയ്യപ്പ സന്നിധാനത്ത്
ഏറ്റവും വൃത്തിഹീനമായ രീതിയിലായിരുന്നു അത് ഉണ്ടായിരുന്നത് എന്നത് നമ്മൾ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ, അയ്യപ്പ ഭക്തന്മാർക്ക് മുമ്പിൽ നമ്മൾ കാണിച്ചതാണ്. എത്രമാത്രമാണ് ചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്നത്, മലമൂത്ര വിസർജന അഖിലിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. എന്തൊരു സാങ്കേതിക പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ് അവിടേക്ക് എത്തുന്നത്. അത്രത്തോളം വരുമാനത്തിലും വലിയ വർധനമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം വരുമാനം ലഭിച്ചിട്ടും അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവർക്ക് നൽകുന്നില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇന്നലെ തന്നെ ദർശനം നടത്തിയ ഭക്തരുടെ കണക്കുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകുന്നത് 86,000 പേരാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള വഴിയിലൊക്കെയും അയ്യപ്പന്മാർ കാനനപാത ചവിട്ടി പോവുക എന്നുള്ളതല്ലേ, കല്ലും മുള്ളും ചവിട്ടി പോവുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതുവഴി ട്രാക്ടറുകൾ നിരന്തരം ഓടുന്നുണ്ട്. അപ്പോൾ ഒരു കൃത്യസമയം വെച്ചു ഇങ്ങനെ ഈ ട്രാക്ടറുകൾ ഓടരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിന് തോന്നുമ്പോഴെല്ലാം ട്രാക്ടറുകൾ ഓടാറുണ്ട് എന്നുള്ളതാണ്. അതിന് പ്രത്യേക സമയക്രമമൊന്നും അവർ പാലിക്കാറില്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ റിപ്പോർട്ട് ചെയ്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നു. അതിന് അവരിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങൾ, അതോ തിങ്കൾ അല്ലെങ്കിൽ വെള്ളി ഈ രണ്ട് ദിവസങ്ങളിലും ട്രാക്ടർ ഓടാൻ അനുവദിക്കില്ല എന്നുള്ളത്. ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലും രാത്രി മാത്രമാണ് ട്രാക്ടറുകൾ ഓടിക്കാൻ അനുവാദമുള്ളത് എന്ന ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുകൂടി അരുണിൽ നിന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ആ തീരുമാനം എങ്ങനെ നടപ്പാക്കുമെന്ന് കൂടി അറിയേണ്ടതുണ്ട്. കാരണം നടപ്പാക്കാനോ അത് നിരീക്ഷിക്കാനോ അതിനെ നിയന്ത്രിക്കാനോ ആളുകളുണ്ടോ എന്നുള്ളതും അയ്യപ്പന്മാരുടെ അത്തരം കാര്യങ്ങളിലുള്ള ഇടപെടലുകൾ എങ്ങനെയാണ് എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ ട്രാക്ടറുകൾ ഓടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന നിയന്ത്രിക്കപ്പെട്ട സമയം അതുകൂടി നമുക്ക് ചോദിക്കാമെന്ന് തോന്നുന്നു. അരുൺ കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിലിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എങ്ങനെയാണ്, അതെങ്ങനെ നടപ്പിലാക്കും? തീർച്ചയായും 12 വിളക്കിന് ശേഷം ഈ ഭക്തജന തിരക്ക് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശബരിമലയിൽ. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു പുതിയ തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു നിയന്ത്രണം ഈ ട്രാക്ടറുകൾക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള ഒരു നിയന്ത്രണങ്ങൾ തന്നെ ഈ ട്രാക്ടറുകൾക്ക് ഒരുക്കിക്കൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 2 ദിവസങ്ങളിൽ, അതായത് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ട്രാക്ടറുകൾ പൂർണ്ണമായും സർവീസ് നടത്താനാകില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, അത് പക്ഷേ വീണ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് എങ്ങനെ നടപ്പാക്കും, അതോടൊപ്പം തന്നെ അതിനുണ്ടാകുന്ന പ്രതിസന്ധി, പ്രത്യേകിച്ച് ഈ ഗ്യാസ് അടക്കം കൊണ്ടുവരുന്നതിനുള്ള ഒരു സംവിധാനങ്ങൾ, അത് ഗ്യാസ് നിയന്ത്രണങ്ങൾക്കൊക്കെ ഇവിടെ കൃത്യമായ നിയന്ത്രണങ്ങൾ, അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി കൂടി ഇതിനപ്പുറത്തേക്കുണ്ട്. ഒരു വശത്ത് തീർത്ഥാടകരുടെ തിരക്ക് കൂടുന്നു, അതോടൊപ്പം തന്നെ നിയന്ത്രണം ഏർപ്പെടുന്നു, മറുവശത്ത് മറ്റൊരു വലിയ പ്രതിസന്ധി കൂടി നിലനിൽക്കുകയല്ലേ. ഈ അരുണേതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ സന്നിധാനത്തിന്റെ പരിസരത്ത്, അതായത് നമ്മൾ വലിയ നടപ്പന്തലിലേക്ക് കയറുന്നത് മുതൽ സന്നിധാനത്തിന്റെ ചുറ്റും തന്നെ 100 കണക്കിന് കടകളുണ്ട്, ഭക്ഷണശാലകളുണ്ട്, മറ്റു വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഇവിടത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ പമ്പയിൽ നിന്ന് എത്തിക്കുന്നത് ഈ ട്രാക്ടർ വഴിയാണ്. സന്നിധാനത്തെ പൂജാ സാധനങ്ങൾ എത്തിക്കുന്നത് അത് ട്രാക്ടർ വഴിയാണ്. സന്നിധാനത്തെ അതായത് ഓഫീസ് വർക്കിനായിട്ടുള്ള പർപ്പസിലേക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്ന ട്രാക്ടർ അറിയാം. അപ്പോൾ ഇത്രയും അധികം ഉപയോഗമുള്ള അരുണ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഗ്യാസ് കൊണ്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല, അത്രയും നിയന്ത്രണമാണ്, സുരക്ഷാ മേഖലയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ അതിനെ മറികടക്കാൻ ദേവസ്വം ബോർഡിന് സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് തിങ്കൾ വെള്ളി ദിവസങ്ങൾ, അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും വലിയ ഭക്തജന തിരക്ക് ഉണ്ടാകുന്ന ദിവസമാണ്, കാരണം അവധി ദിവസമാണ്. അപ്പോൾ വെള്ളിയാഴ്ച മലകയറി ശനിയെയും ഞായറും ഒക്കെ ദർശനം നടത്തി പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥലമുണ്ട്, ആ ഒരു സന്ദർഭമുണ്ട്. അവിടെ നിന്നാണ് വീണ്ടും ഈ തിങ്കളാഴ്ചയിലേക്ക് ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നു. അങ്ങനെ തിങ്കളാഴ്ച നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ എല്ലാ തരത്തിലുമുള്ള പാളിച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഉണ്ടാകുന്ന ഒരു നിയന്ത്രണം എപ്പോഴാണ്? ഞായറാഴ്ച ദിവസങ്ങളിൽ ഒക്കെ സമയത്തിൽ ക്രമീകരണം ഉണ്ടാവുകയാണ്. മറ്റു ദിവസങ്ങളിൽ രാവിലെ 11:30 മുതൽ 3 മണി വരെ മാത്രം ഇത് ഓട്ടിച്ചാൽ മതി. ഈ അവധി ദിവസങ്ങളിൽ, ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലും ഒക്കെ രാത്രി മാത്രം ഈ ട്രാക്ടർ ഓട്ടിച്ചാൽ മതി എന്നുള്ള തരത്തിലൊക്കെയാണ് ഈ നിർദ്ദേശങ്ങൾ വരുന്നത്. പക്ഷെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം രാവും പകലുമില്ല. അയ്യപ്പ ഭക്തന്മാർ ഒരുപോലെ കടൽ തിരമാല ഏതെങ്കിലും നിമിഷം അവസാനിച്ച് നിൽക്കുമെങ്കിൽ അത് മകരവിളക്കിന് ശേഷമായിരിക്കും ശബരിമലയിലേക്കുള്ള അയ്യപ്പന്മാരുടെ തിരമാല അവസാനിച്ച് നിൽക്കുക. അങ്ങനെയുള്ളപ്പോൾ ഒരു
ഒരു സമയക്രമീകരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ള കാര്യത്തിൽ അത് ദേവസ്വം ബോർഡ് തന്നെ വ്യക്തമാക്കണം. അത് അപ്രായോഗികമായിട്ടുള്ള ഒരു സർക്കുലർ ആയിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. കാരണം ഈ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ട്രാക്ടർ മാത്രമല്ല, ഇവരും ചില ക്രമീകരണങ്ങൾ പുതിയതായി വരുത്താൻ പോകുന്നുണ്ട് എന്നുകൂടി കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡിന് ഇത്രമാത്രമുള്ള, അല്ലെങ്കിൽ ബോർഡ് പ്രസിഡന്റ് തന്നെ അല്പസമയങ്ങളിനുള്ളിൽ എത്തുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ ദേവസ്വം ബോർഡ് മെമ്പറിനോട് ചോദിച്ചപ്പോൾ അല്പസമയത്തിനകം പ്രസിഡന്റ് വന്ന് പറയട്ടെ എന്നടക്കമാണ് പറഞ്ഞത്. കാരണം ഇന്നലെയാണ് മാളികപ്പുറത്തെ നാളികേരം ഉരുട്ടുന്നതടക്കം, മാളികപ്പുറത്ത് വിഷയം കിടക്കുന്നു, മാളികപ്പുറത്ത് വസ്ത്രം എറിയുന്നത് അടക്കമുള്ള പട്ടും അതുപോലെ തന്നെ ഇതൊക്കെ എറിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രതികരണം നടത്താൻ പ്രസിഡന്റ് വരട്ടെ എന്ന് ബോർഡ് മെമ്പർ കൈയൊഴിയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും സന്നിധാനം ഭക്തിനിർഭരമാണ്. അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനത്തിലേക്ക് എല്ലാ മനസ്സും അർപ്പിച്ച് എല്ലാ മോക്ഷപ്രാപ്തമായി ഓരോ അയ്യപ്പനും കയറി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തത്വവസ്തുപൊരുളായ പൊന്നമ്പലവാസന ഒരു നോക്ക് കണ്ട് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇനിയും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. എപ്പോഴും ദേവസ്വം പ്രസിഡന്റ് പറയുന്നത് പോലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരം പരിമിതികൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അരുൺ കൊടുങ്ങൂരും അഖിൽ പാലോട്ടുമടവുമാണ് സന്നിധാനത്ത് നിന്ന് തത്സമയ ദൃശ്യങ്ങളും റിപ്പോർട്ടുകളുമായി ചേർന്നത്. നമ്മളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു കാര്യമാണ്. ഇന്നലെ കോതമംഗലം കുട്ടമ്പുഴയിൽ വനത്തിൽ കുടുങ്ങിയവർ അവരുടെ തിരച്ചിൽ തുടരുകയാണ്. കാട്ടാനക്കൂട്ടവും വെളിച്ചക്കുറവും ഒക്കെ തിരച്ചിലിന് തടസ്സമായി തുടരുകയുമാണ്. തിരച്ചിലിറങ്ങിയ 2 സംഘങ്ങൾ മടങ്ങിയെത്തിയിരിക്കുന്നു. അതേസമയം 2 സംഘങ്ങൾ വനത്തിൽ തന്നെ തുടരുകയാണെന്ന് അറിയുന്നു. ഡാർലി സ്റ്റീഫൻ, മായ ജയൻ, പാർക്കുട്ടി കുഞ്ഞുമോൻ എന്നിവരെയാണ് കാണാതായത്. ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിജീഷ്, നമസ്തേ. ഇന്നിപ്പോൾ രാവിലെ തിരച്ചിൽ ആരംഭിച്ചോ? നമസ്തേ വിനോദേവിക. ഇന്ന് രാവിലെ തന്നെ കൂടുതൽ ഊർജിതമായ തെരച്ചിലിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ 2 സംഘങ്ങൾ അവിടെ അന്വേഷണത്തിനായി തെരച്ചിലിനായി പോവുകയും ആ സംഘങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്ന് തിരിച്ചു വരികയും ചെയ്തു. ഇതിനുശേഷം ഇപ്പോൾ മറ്റു 2 സംഘങ്ങളാണ് ഊർജിതമായ തെരച്ചിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ പശുവിനെ കാണാതായതോടുകൂടിയാണ് 3 സ്ത്രീകൾ വനത്തിനുള്ളിലേക്ക് പശുവിനെ തിരഞ്ഞ് പോയത്. എന്നാൽ ഇവർക്ക് പിന്നീട് വഴി തെറ്റിപ്പോയി ഇവരൊരു പാറയുടെ മുകളിൽ വന്നിരിക്കുകയായിരുന്നു. അതുവരെ അവരെ ഫോണിൽ ചെയ്തപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് വിളിച്ചപ്പോൾ പോലും ഫോണിൽ ലഭിച്ചിരുന്ന ഒരു പാറയ്ക്ക് മുകളിലാണ്. എവിടെയാണ് തങ്ങൾ എത്തിപ്പെട്ടത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന കാര്യമായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ ലൊക്കേഷൻ അനുസരിച്ച് ഒരു സ്ഥലം കണ്ടെത്താനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ട് തുടർന്നാണ് വനം വകുപ്പും ഒപ്പം തന്നെ നാട്ടുകാരും എല്ലാം ചേർന്നുള്ള സംയുക്തമായ പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. 3 പേർ, അതായത് ഡാർലി സ്റ്റീഫൻ, ഒപ്പം തന്നെ മായ ജയൻ എന്നിവരെല്ലാം തന്നെയാണ്, കുഞ്ഞുമോൾ എന്നിവരാണ് ഇത്തരത്തിൽ പെട്ടുപോയത്. പശു തിരിച്ചെത്തിയിട്ടും, അതായത് ഇവർ പശുവിനെ കണ്ടെത്തി പശു വീട്ടിലേക്ക് തിരിച്ചെത്തി എന്ന് കണ്ടെത്തിയെന്ന് അറിയിച്ചു. പശു വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്നിട്ടും ഈ 3 പേരും തിരിച്ചു വരാതായതോടുകൂടിയാണ് ആശങ്ക വർദ്ധിച്ചത്. പിന്നീട് ഇവർ തുടർച്ചയായി തന്നെ ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പിന്നീട് ലഭിച്ചില്ല. അങ്ങനെ വിവിധ സംഘങ്ങളായി അന്വേഷണം നടത്തുകയായിരുന്നു. വനംവകുപ്പ് റേഞ്ച് ഓഫീസർ സഞ്ജീവ് കുമാറിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. 15 അംഗങ്ങൾ വീതമുള്ള സംഘങ്ങളായിട്ട് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. കാടിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ സംഘത്തിലുള്ളത്. വൈകിട്ട് 3 മണിയോടെ മറ്റ് 2 പേരെ കൂടി, ആദ്യം മായയാണ് ഇവര് അന്വേഷണത്തിനായി പോയത്. അതിനുശേഷം പശുവിനെ കണ്ടെത്താൻ കഴിയാത്തതോടുകൂടി മറ്റ് 2 പേർ കൂടി ഇവർ ഒരുമിച്ച് പോവുകയായിരുന്നു കാട്ടിലേക്ക്. അങ്ങനെയാണ് 3 പേരെയും കാണാതായത്. പഴയ മെഡിസിനൽ പ്ലാന്റേഷനിൽ ഭാഗത്ത് വെച്ചാണ് ഇവരെ കാണാതായത്. വനാതിർത്തിയിലാണ് ഈ സ്ത്രീകളുടെ വീട് ഇരിക്കുന്നത്. വനാതിർത്തിയിൽ പശുവിനെ ബുധനാഴ്ച മുതൽ ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് കാണാതായത്. ഏതെങ്കിലും അവിടെ ഫോണിൽ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാട്ടാനക്കൂട്ടത്തെ കണ്ടിരുന്നു എന്ന സൂചന നൽകുന്നുണ്ട്. കാട്ടാനക്കൂട്ടത്തെ കണ്ടതിനെ തുടർന്ന് ഭയപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഓടി വരികയായിരുന്നു. അങ്ങനെയാണ് സമീപത്ത് കണ്ട ഒരു പാറക്കെട്ടിന്റെ മുകളിലേക്ക് ഇവർ 3 പേരും സുരക്ഷിതരായി ഇരിപ്പുറപ്പിച്ചത്. എന്നാൽ ഫോണിൽ ബന്ധപ്പെട്ട ആളുകളോട് കൃത്യമായി അത് എവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം കാടിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളുകൾ തന്നെയാണ് എങ്കിൽ പോലും ഏറെ മുന്നോട്ട് പോയതിനാൽ, വനമേഖലയിൽ ഏറെ മുന്നോട്ട് പോയതിനാൽ കൃത്യമായി ഈ സ്ഥലം എവിടെയാണ് എന്നത് സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഫോറസ്റ്റും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും
പ്രദേശവാസികളും എല്ലാം തന്നെ ചേർന്നുള്ള തെരച്ചിൽ ആരംഭിച്ചത്. ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഒരു സംഘം അന്വേഷണം അല്ലെങ്കിൽ ആ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചത്. അതേ സമയം തന്നെ മറ്റ് 2 സംഘങ്ങൾ, അതിൽ വനപാലകരും ഫയർഫോഴ്സും പോലീസും എല്ലാം അടങ്ങുന്ന സംഘം നാട്ടുകാരുടെ സഹായത്തോടുകൂടി തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇതൊരു ആനക്കൂട്ടങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്. അതുതന്നെയാണ് പ്രത്യേകിച്ച് മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം ഏറെയുള്ള പ്രദേശം കൂടിയാണ്, മേഖല കൂടിയാണ്. അതുതന്നെയാണ് ഈ ഒരു തിരച്ചിലിന് വലിയൊരു തടസ്സം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ അത് വേഗത്തിൽ കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്ക്, വനത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് കടന്നു എന്നുള്ള ഒരു തിരച്ചിൽ നടത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നതും വനമേഖലയിലെ ഏറ്റവും അധികം കാട്ടാന ശല്യം എല്ലാം ഉള്ള അല്ലെങ്കിൽ കാട്ടാനകൾ കടന്നു പോകുന്ന ഒരു ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിൽ ഒരു വന്നത്. പശുവിന് വനമേഖല ഉള്ളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും മേഞ്ഞ് വഴിക്ക് നീങ്ങുകയോ ആയിരിക്കുമെന്ന സംശയത്തിലാണ് ഈ 3 സ്ത്രീകളും ഇത്തരത്തിൽ പോകാൻ തയ്യാറായത്. പാറപ്പുറത്ത് ഇരിക്കുകയാണെന്നും വരുമ്പോൾ ഒരു കുട്ടി വെള്ളം കൊണ്ടുവരണമെന്നെല്ലാം ഏറ്റവും ഒടുവിൽ ഫോൺ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞിരുന്നു. പിന്നീട് ഇവരെ ഫോണിൽ ലഭിക്കാതായി, കൃത്യമായി ലഭിക്കാതായി, റേഞ്ച് കിട്ടാതായി. ഇതോടുകൂടിയാണ് ആശങ്കയുടെ മണിക്കൂറുകളിലേക്ക് പോയതും അന്നേ വിവിധ സംഘങ്ങളായി തിരഞ്ഞുള്ള ഊർജിതമായ അന്വേഷണത്തിലേക്ക് എത്തിയത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. ഒരുപക്ഷെ ഫോണ് സ്വിച്ച് ഓഫ് ആവുകയോ അല്ലെങ്കിൽ റേഞ്ച് കട്ടാവുകയോ ചെയ്തതാകാമെന്നാണ് കരുതുന്നത്. പിന്നീട് ഇവരിൽ ആരെയും തന്നെ വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഇവരിയ്ക്കുന്ന സ്ഥലം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും വനപ്രദേശമാണ് എന്നതുകൊണ്ട് അത് പൂർണ്ണമായും തന്നെ വിജയിച്ചിട്ടില്ല. ഇന്ന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ അടക്കം പരിശോധന ഊർജിതമാണ് എന്ന കാര്യം വനംവകുപ്പ് മന്ത്രി അടക്കം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജിജീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. കുട്ടമ്പുഴയിലാണ് ഈ 3 സ്ത്രീകളെ കാണാതായിരിക്കുന്നത്, ഉൾക്കാട്ടിനുള്ളിൽ. അതേസമയം ഈ പശുക്കൾ തിരികെ എത്തിയിട്ടുണ്ട്. പശുക്കളെ മേയ്ക്കാനാണ് ഇവർ കാട്ടിലേക്ക് പോയത്. അവരെ തിരഞ്ഞാണ് അവരെ കാണാതായതിൽ ആശങ്കപൂർവ്വം അവരെ തിരയാനായി കാട്ടിലേക്ക് എത്തിയതാണ്. എന്നാൽ 14 മണിക്കൂറോളം നീണ്ടിരിക്കുകയാണ് ഈ തിരച്ചിലെന്ന് പറയേണ്ടി വരും. ഇതുവരെ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, വെള്ളം കുടിച്ചിട്ടുണ്ടോ, ഇതെല്ലാം ഒരു ആശങ്ക തന്നെയാണ്. അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. രാത്രിയാണ് കാട്ടിലകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓരോ നിമിഷവും ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണ്. പക്ഷേ എങ്കിലും നമുക്ക് നോക്കാം, നമ്മുടെ മാധ്യമ സംഘങ്ങളടക്കം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ വാർത്തകൾ അപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമം തുടരുകയാണ്. ചിറ്റഗോങ്ങിൽ ഒരു ക്ഷേത്രം കൂടി തകർത്തു. ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് അക്രമം. അതേസമയം ഇസ്കോണിനെ നിരോധിക്കണമെന്ന ആവശ്യം ബംഗ്ലാദേശ് ഹൈക്കോടതി തള്ളിയത് സർക്കാരിന് കനത്ത തിരിച്ചടിയായി. ജിഷ്ണു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷ്ണു, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നത്? ഈ അക്രമങ്ങൾ ഇങ്ങനെ തുടരുന്ന പശ്ചാത്തലത്തിൽ എത്രത്തോളം ആശങ്കയുണ്ട് സാഹചര്യം? വീണ ദേവിക, ഗുഡ് മോർണിംഗ്. ബംഗ്ലാദേശിൽ തുടർച്ചയായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ, ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഒപ്പം അതിക്രമങ്ങൾ, അവകാശ സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കുന്നവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയമ നടപടികൾ അതെല്ലാം തന്നെ തുടരുകയാണ്. ആചാര്യ ചിന്മയ കൃഷ്ണദാസിൻ്റെ അറസ്റ്റിനെ തുടർന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ബംഗ്ലാദേശിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് വീണ്ടും ഒരു ക്ഷേത്രം കൂടി ആക്രമിക്കപ്പെട്ടത്. ചിറ്റഗോങ്ങിലെ ക്ഷേത്രമാണ് തകർക്കപ്പെട്ടത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ രാത്രി ഏറെ വൈകിയും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗ്ലാദേശിൽ തുടർച്ചയായി ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ അതിക്രമവും കടുത്ത വിവേചനവും തുടരുകയാണ്. പ്രത്യേകിച്ച് ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, നേരത്തെ മെഹബൂബ മുഫ്തി സർക്കാർ നിലനിൽക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതിൻ്റെ ശക്തി അല്ലെങ്കിൽ അത് ഇത്രത്തോളം വലിയ രീതിയിൽ ആഞ്ഞടിച്ചിരുന്നില്ല എന്നുള്ളതാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെഹബൂബ മുഫ്തി സർക്കാരിനെയും തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അത് വീണ്ടും വലിയൊരു കലാപമായി മാറുകയും ആ സർക്കാർ താഴെ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമിയും അത്തരത്തിലുള്ള സംഘടനകളും നേതൃത്വം നൽകിക്കൊണ്ടാണ്
ഭരണ സംവിധാനത്തിന് പോലും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ തുടർച്ചയായ അതിക്രമങ്ങൾ നടക്കുകയാണ്. ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുകയും പ്രതിരോധം തീർക്കുകയും ചെയ്തവരെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ഇപ്പോൾ ജയിലിൽ അടച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇസ്കോൺ നേതാവായിട്ടുള്ള ചിന്മയ കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. 2 ദിവസം പിന്നിട്ടിട്ടും അഭിഭാഷകനെ കാണുന്നതിനോ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനോ ചിന്മയ കൃഷ്ണദാസിന് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജയിലിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്താൻ പോലും അനുമതി നിഷേധിച്ചിരുന്നു. ഒപ്പം മറ്റ് ചില ആളുകൾക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ അലയടിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പ്രതിഷേധത്തിന് നേരെ പോലീസ് അതിക്രൂരമായ ലാത്തിച്ചാർജ് നടത്തുകയും ഇത്തരത്തിലുള്ള അവകാശ നിഷേധത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന ദൃശ്യങ്ങളുമാണ് ബംഗ്ലാദേശിൽ നിന്ന് തുടർച്ചയായി പുറത്തു വരുന്നത്. അതിനിടെ സർക്കാരിനേറ്റൊരു കനത്ത തിരിച്ചടി എന്നുള്ളത് ഇസ്കോണിനെ നിയന്ത്രിക്കണമെന്ന ആവശ്യം ബംഗ്ലാദേശ് ഹൈക്കോടതിക്ക് മുൻപിലേക്ക് എത്തിയിരുന്ന ഒരു അഭിഭാഷകനാണ് അത്തരത്തിലൊരു ഹർജി നൽകിയത്. ഇസ്കോൺ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, വർഗീയ സംഘടനയാണ് തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇസ്കോണിനെ നിരോധിക്കണം എന്നൊരു ആവശ്യം ബംഗ്ലാദേശ് ഹൈക്കോടതിക്ക് മുൻപിലേക്ക് എത്തിയത്. അതിനെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു ബംഗ്ലാദേശ് സർക്കാർ, നിലവിലെ സർക്കാർ സ്വീകരിച്ചത്. അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത് ഇസ്കോണിനെ നിയന്ത്രിക്കണം എന്ന നിലപാട് തന്നെയായിരുന്നു. പക്ഷേ ഹൈക്കോടതി എടുത്തിട്ടുള്ള തീരുമാനം സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കി. നിലവിൽ ഇസ്കോണിനെ നിയന്ത്രിക്കേണ്ടതോ അത്തരത്തിലേതെങ്കിലും നിരോധനം ഏർപ്പെടുത്തേണ്ടയോ ആവശ്യമില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചാൽ മതി എന്ന തീരുമാനമാണ് ബംഗ്ലാദേശ് ഹൈക്കോടതി കൈക്കൊണ്ടിട്ടുള്ളത്. അത് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെ സംബന്ധിച്ചൊരു തിരിച്ചടി തന്നെയാണ്. എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളിക്കത്തുകയാണ്. കാരണം ഓരോ രാജ്യങ്ങളിലും ന്യൂനപക്ഷ സമുദായങ്ങളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലും അതിനനുസൃതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യം നമുക്കറിയാം. നേരത്തെ 18% മുകളിലുണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്ന് 7% എത്തി നിൽക്കുന്നു. സിഖും പാഴ്സിയും ക്രിസ്ത്യനും ഉൾപ്പെടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള ഇസ്ലാമിക വൽക്കരണം ബംഗ്ലാദേശിലുടനീളം നടക്കുന്നു. നിലവിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ മുൻപോട്ട് വയ്ക്കുന്നത് തന്നെ ബംഗ്ലാദേശിനെ പൂർണ്ണ ഇസ്ലാമിക് സ്റ്റേറ്റായി മാറ്റണം, മുഴുവനായും ഇസ്ലാമിക ആശയങ്ങൾ പിന്തുടരുന്ന രീതി പിന്തുടരുന്ന രാജ്യമായി ബംഗ്ലാദേശിനെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ അതിക്രൂരമായിട്ടുള്ള പീഡനവും വിവേചനവും അടിച്ചമർത്തലും നേരിടുന്നത്. വിഷയം നിലവിൽ ലോകവേദികളിൽ പോലും എത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷന് മുൻപിലേക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഭാരതം ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇടക്കാല സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഒപ്പം ഇടക്കാല സർക്കാർ അധികാരത്തിലേൽക്കുന്ന വേളയിൽ ആ സർക്കാരിന് ആശംസ അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നതോടൊപ്പം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്ന് പ്രധാനമന്ത്രി ഭാരതം ഇനി കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് കടക്കുമെന്ന് പറയേണ്ടി വരും. കാരണം വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിനോട് വളരെ മുൻപ് തന്നെ അറിയിച്ചിരുന്നു അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന്. മാത്രമല്ല മമതാ ബാനർജി അടക്കമുള്ള നേതാക്കളും ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ ശക്തമായി പിന്തുണയ്ക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് തത്സമയ വാർത്തകളും വിവരങ്ങളുമായി ചേർന്നത്. അടുത്ത വാർത്തയിലേക്ക് പോകാം അല്ലേ. സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തു എന്ന വാർത്ത. ഈ വിഷയം സർക്കാർ നേരത്തെ അറിഞ്ഞിരുന്നു എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ വരുന്നത്. 2023 CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 9,000-ത്തിലധികം സർക്കാർ ഉദ്യോഗസ്ഥർ, 1458 എന്ന കണക്ക് എത്രയോ ചെറുത് ആദ്യം പുറത്തു വന്നത്. ഈ റിപ്പോർട്ടിൽ CAG റിപ്പോർട്ടിൽ പറയുന്നു 9,000-ത്തിലധികം സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്ന്. സർക്കാരിന് ഈ ഇനത്തിൽ 40 കോടിയിലധികം രൂപ നഷ്ടം വന്നതായാണ് കണ്ടെത്തൽ. അതേസമയം തട്ടിപ്പ് നടത്തിയ ഗസറ്റഡ് റാങ്ക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും സാധ്യതയില്ല എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ടിൻഡു, നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും ടിൻഡു ദാസ് ചേരുന്നുണ്ട് നമ്മുടെ പേര് വിശദാംശങ്ങൾക്കായി. ടിൻഡു, ഈ രണ്ട് കാര്യങ്ങളും രണ്ടായി തന്നെ ഒന്ന് നോക്കാം. ആദ്യം ഈ CAG റിപ്പോർട്ടിൽ പറയുന്നത് എത്ര ഗുരുതരമായ ഒരു സാഹചര്യം സർക്കാർ ഒരു വർഷം മുമ്പേ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്.
ഗുഡ് മോർണിംഗ് ദേവിക, വീണ. ഇത് നമുക്ക് രണ്ടായിട്ട് തന്നെ നമുക്ക് അത് പറയേണ്ടി വരും. കാരണം 2022 മുതൽ 2023 വരെയുള്ള സാമ്പത്തിക വർഷത്തെ അടിസ്ഥാനമാക്കി 2023 സെപ്റ്റംബറിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തിയത്. ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നു. ആ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്: സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ അനർഹരായിട്ടുള്ള 9201 പേർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ ഒഴിവാക്കിക്കൊണ്ട് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കണം, അവരെ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ആ ഇനത്തിൽ സർക്കാരിന് ഏതാണ്ട് 40 കോടിയോളം രൂപ നഷ്ടം വന്നിട്ടുണ്ട് എന്ന് അതായത് 2022 മുതൽ 2023 വരെ സാമ്പത്തിക വർഷത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തിയ സമയത്താണ് സർക്കാർ CAGക്ക് ഒരു മറുപടി കൊടുക്കുന്നു. 2017 തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ അനർഹരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുള്ള കാര്യം 2017 തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും അറിയിച്ചു. അതിന്റെ നടപടികൾ ഇങ്ങനെയാണ് സർക്കാർ ചെയ്തത്. അതായത് അനർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്താനായിട്ട് വകുപ്പ് തലത്തിൽ ഒരു അന്വേഷണം നടത്തുകയും ഏതാണ്ട് 400 പേരെ ഇത്തരത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ഈ 400 പേരെ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത പട്ടിക പ്രസിദ്ധീകരിച്ചത്. അതായത് 9201 പേര് ഇത്തരത്തിൽ അനർഹരായിട്ടുള്ളവർ ഈ പണം തട്ടുന്നുവെന്ന് കണ്ടെത്തിയപ്പോൾ അതിൽ 400 പേരെ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ധനവകുപ്പിന് ഒഴിവാക്കിക്കൊണ്ട് പുതിയ പെൻഷൻ പട്ടിക പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഏതാണ്ട് പിന്നെയും 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ 1 വർഷത്തിനുള്ളിലാണ് വീണ്ടും ഈ 1458 എന്ന കണക്ക് വരുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 9000 എന്ന് പറയുന്ന കണക്ക് ഇവിടെ കിടക്കുന്നു. 4000 ഈ 400 അധികം അതോടൊപ്പം തന്നെ 1458. ഏതാണ്ട് 2000-ൽ താഴെ ആളുകളെ മാത്രമേ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇത്തരത്തിൽ അനർഹമായ രീതിയിൽ പണം വാങ്ങുന്നതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കണ്ടെത്തി അതായത് ഈ 9000-ലധികം ആളുകൾ പെൻഷൻ പറ്റുന്നു എന്ന് കണ്ടെത്തിയ ഇവർ കൊണ്ടുപോയ പണം സർക്കാരിന് ഇതുവരെ തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഇനത്തിൽ തന്നെ അത് റഫ് കണക്ക് മാത്രമാണ്. 40 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ ഒരു 3 വർഷത്തിനുള്ളിൽ നഷ്ടം വന്നിരിക്കാം. 40 കോടി എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് കണക്ക് മാത്രമാണ്. പക്ഷെ അതിൽ എത്ര തന്നെ ആക്യുറൻസി ഉണ്ട് എന്നുള്ള കാര്യം പക്ഷേ ടിൻഡു ആശങ്ക തുടരുക തന്നെയാണ്. കാരണം ഇത്രയും പേരെ കണ്ടെത്തിയാൽ പോലും കണ്ടെത്തി 1 വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടി എടുക്കാത്ത സാഹചര്യത്തിൽ ഈ 40 കോടിയിലധികം രൂപ എങ്ങനെ തിരിച്ചു പിടിക്കും? ഗസറ്റഡ് റാങ്ക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കേണ്ട കാര്യമാണ്. ഏതായാലും നമുക്ക് തുടർ നടപടികൾ ആവശ്യമുള്ള വിഷയം തന്നെയാണ്. വീണ, കോതമംഗലം കുട്ടമ്പുഴയിൽ വനത്തിൽ കുടുങ്ങിയ 3 സ്ത്രീകളെയും കണ്ടെത്തിയെന്ന ശുഭവാർത്തയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. 3 പേരും സുരക്ഷിതരെന്ന DFO 6 കിലോമീറ്റർ ദൂരത്തിൽ അറക്കുമത്തി ഭാഗത്ത് നിന്നാണ് കണ്ടെത്തിയത്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഒടുവിൽ ആ സന്തോഷ വാർത്തയാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളതല്ലേ? കാരണം അവരെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എന്താണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? തീർച്ചയായും വലിയ മണിക്കൂറുകൾ നീണ്ട ഏതാണ്ട് 14 മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്കും ഒടുവിൽ പരിഭ്രാന്തിക്കും ഒടുവിൽ ആ ഒരു സന്തോഷ വാർത്ത 3 പേരും സുരക്ഷിതരായി തന്നെ ഉണ്ട് എന്നും ഒപ്പം തന്നെ 3 പേരെയും കണ്ടെത്തിയതായ വിവരം തന്നെയാണ് ഇപ്പോൾ വനം വകുപ്പ് പങ്കുവച്ചിരിക്കുന്നത്. 2.5 മണിക്കൂറിന് ശേഷം അവർ തിരിച്ച് എത്തിക്കാൻ കഴിയുമെന്ന ഒരു കാര്യം കൂടെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യം മായയെ കണ്ടെത്തിയത്. കാരണം അവരെ ഏറ്റവും ഒടുവിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നത്. ഫോണിൽ അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. 5 മണിവരെ അവരുമായി സംസാരിച്ചിരുന്നു. മായാജയനെ കണ്ടെത്തി അധികം താമസിയാതെ തന്നെ മറ്റു 2 പേരെ കൂടി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത തന്നെയാണ് വ്യക്തമാക്കാൻ കഴിയുന്നത്. പാറുക്കുട്ടി കുഞ്ഞുമോൻ, ഡാർലി സ്റ്റീഫൻ എന്നിവരെയാണ് ഇപ്പോൾ അവർ 3 പേരും സുരക്ഷിതരാണ് എന്ന് വ്യക്തമാകുന്നത്. കൃത്യമായി തന്നെ ഈ കാട്ടാനക്കൂട്ടത്തെ കണ്ട് തുടർന്ന് രക്ഷപ്പെടാൻ വേണ്ടി പശുവിനെ തിരഞ്ഞായിരുന്നു ഇവർ പോയിരുന്നത്. പശുവിനെ തിരഞ്ഞ് കണ്ടെത്തിയതിനു ശേഷം തിരിച്ചു വരുന്നതിനിടയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ടതിനെ തുടർന്ന് പല ഭാഗത്തേക്ക് ഇവർ ചിതറി മാറുകയായിരുന്നു. അങ്ങനെ 3 പേരും വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് എത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് മായ പാറക്കെട്ടുകളുടെ മുകളിലേക്ക് സുരക്ഷിതയായി എത്തിയത്. അവിടെ വെച്ച് വീട്ടുകാരുമായി, ഭർത്താവ് അടക്കമുള്ള ആളുകളുമായി സംസാരിക്കുന്നതിനിടയിൽ ഫോണിലുള്ള ബന്ധം മുറിഞ്ഞു പോവുകയായിരുന്നു. റേഞ്ച് ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ 3 പേരെയും കണ്ടെത്താൻ തെരച്ചിൽ സംഘങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്കും പരിശോധനയ്ക്കും ശേഷം, അന്വേഷണത്തിനും തിരച്ചിലിനും ശേഷം രാത്രി മുഴുവൻ 2 സംഘങ്ങൾ അവിടെ
തെരച്ചിലുണ്ടായിരുന്നു. ആദ്യം പോയ സംഘം മാത്രമാണ് മടങ്ങിയെത്തിയത്. അതിനുശേഷം കൂടുതൽ വനപാലകർ, കൂടുതൽ നാട്ടുകാർ എന്നിവരെല്ലാം തന്നെ ഉൾപ്പെട്ട രക്ഷാ ദൗത്യം അവർ ഏറ്റെടുത്തുകൊണ്ട് കാടിനുള്ളിലേക്ക് പോയി. പല ഭാഗങ്ങളിലായി അല്ലെങ്കിൽ ഈ പാറക്കെട്ടുകൾ ഉണ്ട് എന്ന് പറയുന്ന, പാറക്കൂട്ടങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഇവർ തെരച്ചിൽ നടത്തിയത്. അതിലെ പാറക്കെട്ടുകളുടെ ഭാഗങ്ങൾ സാധാരണ നിലയിൽ വനമേഖലയിൽ നിന്ന് ആളുകൾ കടന്നു പോകാറുള്ള ഭാഗങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിലുകൾക്ക് ഒടുവിലാണ് 3 പേരും സുരക്ഷിതരായിരിക്കുന്നു എന്ന വിവരം ലഭിച്ചിരിക്കുന്നത്. അധികം താമസിക്കാതെ തന്നെ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ 3 പേരെയും തിരിച്ച് വനമേഖലയിൽ നിന്ന് അവരുടെ പരിസരങ്ങളിലേക്ക് തിരിച്ച് എത്തിക്കാനുള്ള ഒരു ദൗത്യം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിക്കേണ്ടതുണ്ട്. 14 മണിക്കൂറോളം അവിടെ കഴിയേണ്ടി വന്നു. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഭയപ്പെട്ട സാഹചര്യത്തിൽ രാത്രിയിലടക്കം കഴിയേണ്ടി വന്ന 3 സ്ത്രീകളാണ് അവർക്ക് ഇവരെന്നത് കൊണ്ട് തന്നെ അതിന്റെ വലിയ ഒരു പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഭയപ്പാട് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മാറ്റിയെടുത്ത ശേഷം കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ അവരുമായി ചോദിച്ചറിയുമെന്ന് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 15 അംഗ സംഘങ്ങളായി തിരിഞ്ഞുള്ള 2 സംഘങ്ങൾ 15 പേർ ഉൾപ്പെട്ട ഒരു സംഘത്തിന് പരിശോധനയിലാണ് ഇപ്പോൾ ഇവരെ കണ്ടെത്തിയിട്ടുള്ളത്. അത്ര ഊർജ്ജമായ പരിശോധന തന്നെയായിരുന്നു നടത്തിയത്. കാരണം മണിക്കൂറുകൾ വൈകിയാൽ അല്ലെങ്കിൽ കണ്ടെത്താൻ വൈകും തോറും അത് അപകടകരമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന മേഖലയാണ്, വന്യജീവികൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ നിന്ന് അവർ അകപ്പെട്ടു പോയാലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായും അത് ഗുരുതരമാകും എന്നതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ വിവിധ സംഘങ്ങളായുള്ള തെരച്ചിൽ നടത്തിയത്. അതാണ് ഇപ്പോൾ ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നത്. 3 പേരെയും സുരക്ഷിതരാക്കി കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. യെസ്, അത് തന്നെയാണ് സന്തോഷകരമായ, ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളതെങ്കിൽ പോലും ഇനിയെങ്കിലും ഇത്തരം സന്ദർഭങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എല്ലാവരും ജാഗ്രതാപൂർവ്വം മുന്നോട്ട് പോവുക അല്ലേ. ഇത്തരം വന മേഖലയിലെല്ലാം പോകുമ്പോൾ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഇങ്ങനെ വനത്തിലേക്കെല്ലാം പോകുമ്പോൾ അപകടങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് വേണം പറയാൻ അല്ലേ. അതെന്താ വെച്ചാൽ ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞങ്ങൾ കളിച്ചു വളർന്ന ഇടമാണല്ലോ, ഞങ്ങൾക്ക് അറിയാവുന്ന ഇടമാണല്ലോ. പക്ഷെ വനം എത്രത്തോളം മാറിപ്പോയി ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലേ. വനപ്രദേശങ്ങളിൽ തന്നെ കാട്ടുമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതായത് കാടും നാടും തമ്മിലുള്ള ഒരു അന്തരം ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാട്ടിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പലപ്പോഴും ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയാണുള്ളത്. ജിജീഷ്, ഈ 3 പേരെയും കണ്ടെത്തിയിരിക്കുന്നു. ആദ്യം അതിലൊരാളെ കണ്ടെത്തി, പിന്നീട് 3 പേരും സുരക്ഷിതരാണ് എന്ന് കരുതുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇവരെ തിരിച്ചു കൊണ്ടെത്തിച്ചതിന് ശേഷമുള്ള മറ്റു കാര്യങ്ങൾ, അതായത് എന്തുകൊണ്ട് ഇവർക്ക് ഈ വഴി തെറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതുണ്ട്. ഈ ഞങ്ങളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ കാടും നാടും തമ്മിലുള്ള അന്തരം കുറയുന്നതിൻ്റെ ഒരു സാഹചര്യം, അവിടെ ആ ഭാഗത്തെ വനം എത്രത്തോളം സുരക്ഷിതമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ പശുക്കൾ പോയി തിരിച്ചു വന്നു, അപ്പോൾ സുരക്ഷിതമാണ്. അപ്പോൾ ഈ സ്ത്രീകളും പോയി തിരിച്ചു വന്നു. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം എന്നൊക്കെ കൂടി വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ഒരു പക്ഷേ. കാരണം ഈ ആശങ്കയുടെ മുൾമുനയിൽ 10-14 മണിക്കൂർ നമ്മൾ നിന്നതാണല്ലോ. തീർച്ചയായും ഈ ഒരു മേഖല എന്ന് പറയുന്നത് സാധാരണ നിരവധി വീടുകൾ ആ പ്രദേശങ്ങളിലെല്ലാം ഉൾപ്പെടെ ഈ കോതമംഗലത്തെ പല മേഖലകളും വനാതിർത്തിയോട് സമീപമായി നിരവധി വീടുകൾ ഉള്ള ഒരു മേഖലയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഏറെ അപകടകരമാണ്. ഒരൽപ്പം അധികം മുന്നോട്ട് പോയാൽ പോലും അല്ലെങ്കിൽ 2-3 കിലോമീറ്ററുകൾ അകത്തേക്ക് വനമേഖലയ്ക്ക് അകത്തേക്ക് പോകുമ്പോൾ പോലും ഏറ്റവും അപകടകരമായ സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. പ്രത്യേകിച്ച് അവിടെ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ഏറ്റവും കൂടുതൽ, ശല്യമെന്ന് പറയാൻ കഴിയില്ല, കാരണം അവരുടെ ഒരു മേഖലയാണ്, വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗങ്ങൾ കടന്നു പോകുന്ന അവരുടെ ആവാസ വ്യവസ്ഥയായി മാറിയ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളുള്ള മേഖലയാണ്. അവിടെയാണ് കാട്ടാനക്കൂട്ടം അടക്കം അതിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും വനമേഖലയ്ക്കുള്ളിലേക്ക് ജീവനോപാധികൾ തേടി പോകുന്ന ആ പ്രദേശത്തുള്ള ആളുകൾ കാട്ടാനക്കൂട്ടങ്ങളെ കാണാറുണ്ട്. ഭയപ്പെട്ട് തിരികെ ഓടിപ്പോരാറുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ഒരു സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പശു നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനെ മൃഗങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുമോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും
തീറ്റ തേടി കടന്നു പോയിട്ടുണ്ടാകുമോ എന്നാണെല്ലാം കണ്ടെത്തേണ്ടതായിരുന്നു. അങ്ങനെയാണ് ഇവർ 3 പേരും ആ ദൗത്യം അല്ലെങ്കിൽ ആ പശുവിനെ കണ്ടെത്താൻ വേണ്ടി, ഒരാളുടെ പശുവിനെ കണ്ടെത്താൻ വേണ്ടി ആ 3 പേരും ബന്ധുക്കളായ സ്ത്രീകൾ ഒരുമിച്ച് ഇങ്ങനെയൊരു ദൗത്യത്തിനായി അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇറങ്ങി തിരിച്ച് പശുവിനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. പശുവിനെ കണ്ടെത്തി അവർ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത്. അവർ ഫോണിൽ വിളിച്ചു പറഞ്ഞത് അനുസരിച്ച് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവർക്ക് ഈ കാട്ടാന DFOയുടെ പ്രതികരണമെല്ലാം വന്നിട്ടുണ്ട്. ആ പ്രതികരണം കൂടി നമുക്ക് കണ്ടുവരാം. ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡിലുള്ള 3 വനിതകളാണ് പശുവിനെ തിരഞ്ഞ് പോയ കൂട്ടത്തിൽ കാണാതെ പോയിട്ടുള്ളത്. റാലിങ്ങും പാറക്കുട്ടിയും മായയാണ് കാണാതെ പോയിട്ടുള്ളത്. ഇപ്പോൾ അവർക്ക് വേണ്ടി എല്ലാവരും സമർത്ഥമായി തിരച്ചിൽ നടത്തുവാണ്. ഫോറസ്റ്റ് ഉണ്ട്, പോലീസ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് ജനങ്ങൾ, എല്ലാ ഭാഗങ്ങളിലുള്ള ജനങ്ങളും വന്ന് 3-4 ടീമായിട്ട് തിരയുവാണ്. ഇതുവരെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സംയുക്തമായി എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കുടുംബാംഗങ്ങളൊക്കെ ഇവരെ കിട്ടാതെ വരുന്നതിൻ്റെ ആശങ്കയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് എത്രത്തോളം ആശങ്ക ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ ഏതായാലും എല്ലാത്തിനും ഇപ്പോൾ ഒരു പരിസമാപ്തിയായിരിക്കുന്നു, ശുഭപര്യവസ്ഥ, അവരെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ആശ്വാസകരമായ വാർത്ത. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് ഇനി പോകാം അല്ലേ? ഓക്കെ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിൽ നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ മാറ്റാൻ ദേവസ്വത്തിന് അവകാശമില്ല എന്ന് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്. ദേവപ്രശ്നം വെച്ച് മാറ്റേണ്ടതല്ല ഉദയാസ്തമന പൂജ. ക്ഷേത്രത്തിന് അധികാരം തന്ത്രിക്ക് മാത്രമല്ല തന്ത്രി കുടുംബത്തിനുമുണ്ടെന്നും കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ജനം ടിവിയോട് പറഞ്ഞു. ഏകാദശി ദിനത്തിൽ നടത്തിയിരുന്ന പൂജ അന്ന് നടത്തണമെന്നും കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ആവശ്യപ്പെട്ടു. തൃശ്ശൂരിൽ നിന്ന് ആനത്ത് പുത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. വിശ്വപ്രസിദ്ധ വാസ്തുവിദഗ്ധൻ ശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ഇപ്പോൾ നമ്മോടുകൂടി ചേരുന്നത്. തിരുമേനി, ഈ ഉദയാസ്തമന പൂജ അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകളായിട്ട് ഏകാദശി ദിനത്തിൽ നടന്നിരുന്ന ഉദയാസ്തമന പൂജയാണ് ഇപ്പോൾ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം എത്തിയിട്ടുള്ളത്. എന്താണ് ആദ്യ പ്രതികരണം? സാധാരണ ക്ഷേത്രങ്ങളിൽ ഈ അഭിവൃദ്ധിക്ക് ഒരു നിയമേനച എന്ന് പറഞ്ഞിട്ട് ഭാഷ പറയും. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവ സമയത്ത് തന്ത്രി ആ നട അടയ്ക്കുന്നതിന് മുന്നേ ഊരാളൻ ജനപദത്തിലുള്ള ഭക്തര് ഒക്കെ കൂടിയിട്ട് ഒരു നിശ്ചയമുണ്ട്. അതിന് പ്രതിജ്ഞ എടുക്കുക എന്നാണ് പറയുക. ക്ഷേത്ര തന്ത്രിയാണ് പ്രതിജ്ഞ എടുക്കുക. അത് ഭക്തജനങ്ങളുടെയും ഊരാളൻ്റെയും നിർദ്ദേശത്തോടു കൂടി ഇനി ക്ഷേത്രത്തിൽ നിത്യനിദാനം എന്തൊക്കെ ചെയ്യാം, അതായത് നിത്യം ചെയ്യേണ്ട പൂജകളുടെ ക്രമം, അതിലുപയോഗിക്കാവുന്ന പുഷ്പങ്ങളുടെ ക്രമം, അന്നന്ന് നിവേദിക്കേണ്ടതിൻ്റെ ക്രമം, അതാണ് നിത്യനിദാനം എന്ന് പറയുന്നത്. പിന്നെ വാർഷികമായിട്ട് അല്ലെങ്കിൽ കൊല്ലത്തിൽ പ്രത്യേക ദിവസങ്ങളിൽ ചെയ്യേണ്ട പൂജാതി കർമ്മങ്ങൾ, പ്രതിഷ്ഠാ ദിവസമാണെങ്കിൽ ഇന്നതൊക്കെ പ്രത്യേകിച്ച് ചെയ്യണം. ഉത്സവമാണ് വെച്ചാൽ ആ ഉത്സവത്തിനനുസരിച്ച് ഇന്നതൊക്കെ വേണം. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ 10 ദിവസം എത്ര ദിവസമായതിന് ആ ദിവസങ്ങൾ മുഴുവനുള്ള ഒരു വ്യക്തത വരുത്തും. അതാണ് നിയമേന എന്ന് പറയുന്നത്. അതാണ് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക ദിവസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രത്യേക ദിവസത്തിന് ചെയ്യും. അതാണ് ഇവിടെ ഗുരുവായൂർ ഏകാദശി, വൃശ്ചിക മാസത്തിലത്തെ ആ ഏകാദശിയുടെ പ്രാധാന്യം. അപ്പം ആ ഏകാദശി ദിവസം ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേക ദിവസമാണ്. അതുകൊണ്ട് അന്ന് ഇന്നന്ന വഴിപാടുകൾ, ഇന്നന്ന പൂജകൾ വേണമെന്ന് അന്നത്തെ കാലത്ത് തന്നെ നിശ്ചയിച്ചതാണെന്നാണ് സങ്കല്പം. അപ്പം ഇപ്പം നിശ്ചയിച്ചതല്ല. അന്ന് പറയണ കേട്ട് ഇവിടുത്തെ ക്ഷേത്രം ആരാ പ്രതിഷ്ഠിച്ച എന്താണെന്നുള്ളത് ഇപ്പോൾ ഗുരുവായൂർ പ്രതിഷ്ഠിച്ച് ഗുരുവായൂരപ്പൻ തന്നെ പ്രതിഷ്ഠിച്ചാന്നൊക്കെയാണല്ലോ വെപ്പ്. അപ്പോൾ ആ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് നിശ്ചയിച്ചിട്ടുള്ളതാണ്. പറഞ്ഞ കേൾക്കണത് ശങ്കരാചാര്യരാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇങ്ങനൊരു പൂജാക്രമം. ആ പൂജാക്രമം നിശ്ചയിച്ചതിൽ പ്രത്യേകിച്ച് ഗുരുവായൂർ ഉദയാസ്തമന പൂജ വേണമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനിച്ച് മുടങ്ങാതെ കണ്ടിരിക്കാൻ വേണ്ടി പറയപ്പെടുന്നത് ചെർളയം രാജാവിനെ ആ ചുമതല ഏൽപ്പിച്ചു. ആ ചെർളയം രാജാവാണ് 971 വരെ നടത്തി വന്നിരുന്നത്. പിന്നെ ഇന്നത്തെ
കാലസ്ഥിതി അനുസരിച്ച് ബില്ല് മുതലായ കാരണം അവർക്ക് അതിനുള്ള സാഹചര്യം പോരാന്ന് പറഞ്ഞിട്ട് അവർ അത് നിർത്താച്ച അത് തുടരണം. അതിന് ദേവസ്വത്തിന് തന്നെ ഏൽപ്പിച്ചു. അപ്പം ദേവസ്വമാണ് അന്ന് ഏറ്റത്. എല്ലാ ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് ആ പ്രത്യേക ദിവസം ഉദയാസ്തമന പൂജ നടത്തിക്കോളാം എന്ന് ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് അത് മാറ്റാനുള്ള അവകാശമില്ല. ആ പൂജ പണ്ട് കാലത്ത് നിശ്ചയിച്ചത് അത് മാറ്റം വരുത്തുന്നത് ഈ നിയമേന എന്ന് പറഞ്ഞാൽ ആ നിയമം, അല്ലെങ്കിൽ അതൊരു ആചാരം തന്നെയാണ്, അല്ലാണ്ട് ആചാരമല്ല എന്ന് പറയാൻ പറ്റില്ല. ആ ആചാരം വഴിപാടൊന്നുമല്ല. ആ ആചാരം നിത്യനിദാനത്തിൽപ്പെട്ടതും കൊല്ലം ആണ്ടൃതി എന്നൊക്കെ പറയും. ഒരു കൊല്ലത്തിൽ ചെയ്യേണ്ട പ്രത്യേക പൂജകളും എന്തിനാ? ചൈതന്യവർദ്ധനവിന്. ഉത്സവം ചൈതന്യവർദ്ധനവിനുള്ളതാണ്. ദിവസം ചെയ്യേണ്ട പൂജയും അതെ. അപ്പം ദിവസം ചെയ്യേണ്ട പൂജയുടെ ഒരു ക്രമം, അത് കഴിഞ്ഞാൽ കൊല്ലത്തിൽ ആഘോഷമായിട്ടോ ഇല്ലെങ്കിൽ പ്രത്യേക പൂജകൾ നടത്തേണ്ട ക്രമം, ഇതെല്ലാം അവിടെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏകാദശി ദിവസം ഇന്ന പൂജകൾ ചെയ്യുക, ഇന്ന ഇതിൽ ഉത്സവം നടത്തുക, എഴുന്നള്ളിക്കുക, അങ്ങനെയുള്ളതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒന്നും മാറ്റം വരുത്തുന്നത് മുമ്പിലത്തെ തീർച്ച പ്രകാരം അല്ലെങ്കിൽ അന്നത്തെ പ്രതിജ്ഞ പ്രകാരം മാറ്റുന്നത് ശരിയല്ല. അത് ദേവന് ഹിതാവുന്ന ഒട്ടും അഭിപ്രായമില്ല എന്നർത്ഥം. ഈ ഭക്തജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇത്തരത്തിൽ മാറ്റുന്നത് എന്നാണ് ദേവസ്വത്തിന്റെ ഒരു വിശദീകരണം. അതായത് 5 തവണ നടയടക്കേണ്ടി വരുന്നു എന്നൊക്കെ. എന്താണ് അതിനോടുള്ളൊരു? അതിപ്പോൾ സാറിനെ പറ്റില്ല. നമ്മളിപ്പോൾ നടയടച്ച ആ സമയത്ത് ഇപ്പോൾ ദിവസം പൂജയുണ്ട്. ആ പൂജ സമയത്ത് നമുക്ക് തൊഴണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചാൽ പറ്റില്ലല്ലോ. അതിനനുസരിച്ച് ഭക്തജനങ്ങൾക്ക്, അല്ലാണ്ട് ദേവൻ്റെ ഇത് മാറ്റിയിട്ട് ഭക്തജനങ്ങളെ തുറന്നു വിടാനുള്ളതല്ല. അപ്പോൾ ദേവൻ്റെ പൂജാകർമ്മങ്ങൾ അതാണ് ദേവൻ്റെ എല്ലാവർക്കുള്ള അനുഗ്രഹത്തിന് പ്രത്യേക ചൈതന്യ സ്വരൂപമായി മാറണത്. അതിൽ കുറവ് വരുത്തിയാൽ അത് ഭക്തജനങ്ങൾക്ക് തന്നെ ദോഷം. അപ്പോൾ ഭക്തജനങ്ങളുടെ സൗകര്യത്തിന് അടയ്ക്കാനും തുറക്കാനും പൂജ ചെയ്യാനും ഉള്ളതല്ല ക്ഷേത്രങ്ങൾ. അത് തന്ത്രനിശ്ചയവും അന്നത്തെ നിശ്ചയം അനുസരിച്ച് തന്നെ വേണമെന്നർത്ഥം. ഈ തന്ത്രിയുടെ ഈ സമ്മതപ്രകാരമാണ് ഇത്തരത്തിലൊരു പൂജ മാറ്റിയിട്ടുള്ളത്. പക്ഷെ തന്ത്രി കുടുംബം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലും പോയിട്ടുണ്ട്. അതെ, അത് പറഞ്ഞ കേൾക്കാണ്ട്. അതിപ്പോൾ സാധാരണ ഒരു തന്ത്രി കുടുംബത്തിലേക്ക് തന്ത്രം ഏൽപ്പിച്ചാൽ ചുമതല ആ തന്ത്രി കുടുംബത്തിനാണ്. അപ്പം ആ കുടുംബത്തിൽ പ്രത്യേകിച്ച് അന്നത്തെ കാരണവർ നടത്തി വരുന്നു എന്നേ ഉള്ളൂ. അത് കൃത്യമായി തെറ്റുകൂടാതെ ആ പരിചരണം അല്ലെങ്കിൽ ആ നിയമേനജ എന്ന് പറഞ്ഞ കാലത്തിനും സമയത്തിനും ദിവസത്തിനും അനുസരിച്ച് ചെയ്യേണ്ടത് തുടർന്ന് നടത്തേണ്ട ചുമതല തന്ത്രി കുടുംബത്തിനാണ്. കുടുംബത്തിൽ ആര് നടത്തും എന്നുള്ള അവിടെ ചോദ്യമില്ല. കുടുംബത്തിൽ ഒരു അംഗമായാലും അത് നടത്താം, സംശയമൊന്നുമില്ല. അങ്ങനെ സംശയമുള്ളത് അവർ കുടുംബമായിട്ട് ഒന്നിച്ച് ആലോചിച്ച് വേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ നടത്തേണ്ട വെച്ചാൽ അങ്ങോരുടെ അല്ല അമ്പലം നടത്തം അല്ലെങ്കിൽ തന്ത്രം കുടുംബത്തിൽ ചെയ്യാം, ആ വ്യക്തിയുടെ അല്ല. അപ്പം അങ്ങനെ ഒന്ന് നിശ്ചയിക്കണ അത്ര ശരിയാന്ന് ഒട്ടും പറയാൻ പറ്റില്ല എന്നർത്ഥം. പിന്നെ ഒരു കാര്യം, ഇത്തരത്തിലൊരു നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആചാരത്തിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ ഈ ദേവപ്രശ്നം വെച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആചാര്യന്മാരെ അങ്ങനെ ഇതിന് ദേവപ്രശ്നം പറ്റില്ല. പ്രശ്നം വെച്ച് മാറ്റേണ്ടതല്ല. പിന്നെ ഒരു കണക്കിന് ഒരു തരത്തിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും കാരണത്താൽ ഒരു നവീകരണ കലശം ക്ഷേത്രത്തിലെ ഒട്ടാകെ പുനരുദ്ധരിച്ച് അതിന് നവീകരണം എന്നാണ് പറയുക. ആ നവീകരണ സമയത്ത് ചിലപ്പോൾ അത് മാറ്റാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും അങ്ങനെ ഒരു പതിവുണ്ട്. ആ സമയത്ത് ഇതേമാതിരി തന്നെ കലശം കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തു വന്നാൽ പ്രതിജ്ഞ എടുക്കും. അപ്പം അന്ന് മുതൽക്ക് ആ പ്രതിജ്ഞ പ്രകാരം നടന്നാൽ മതി. അല്ലാണ്ട് ഒരു ദിവസം വിളിച്ചാൽ ഒരു പ്രശ്നം വെച്ചിട്ട് നടത്തേണ്ട ഒരു ഇതല്ല ഈ മാറ്റം എന്നർത്ഥം. അതാണ് പ്രത്യേകിച്ച് പറയണത്. എന്തായാലും ഈ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. ഡിസംബർ 11-ാം തീയതിയാണ് ഏകാദശി വരുന്നത്. അപ്പോഴേക്കത് നടക്കുന്ന തന്നെയാണോ പ്രതീക്ഷ? അങ്ങനെയാണോ വേണ്ടത്? അന്നൊക്കെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ലോ. അതൊക്കെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ട് പിന്നെ അന്ന് ശരിയായിട്ട് നടത്തിയില്ലോ. തലേദിവസം നടത്തിയെങ്കിലും പിറ്റേ ദിവസം ഉണ്ടായി എന്നർത്ഥം. അപ്പോൾ അതേപോലെ ഇത്തവണയും അത് ശരിയാവുമെന്ന് വിചാരിക്കുക. അതല്ലേ അനുഗ്രഹം നമുക്കൊക്കെ.
അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. ബാക്കി ഗുരുവായൂരപ്പൻ്റെ ഹിതമനുസരിച്ച് നടക്കും, അതേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അതായത് ഈ നൂറ്റാണ്ടുകളായി നടന്നു വന്നുകൊണ്ടിരുന്ന ഈ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ അന്ന് തന്നെ നടത്തണമെന്നാണ് എല്ലാവരുടെയും ഒരു പൊതു അഭിപ്രായം. അപ്പോൾ 1 മണിക്കൂർ പിന്നിട്ട സാഹചര്യത്തിൽ പ്രധാന വാർത്തകൾ നോക്കാം ഒരിക്കൽ കൂടി. കോതമംഗലം കുട്ടമ്പുഴ വനത്തിൽ കുടുങ്ങിയ 3 സ്ത്രീകളെയും കണ്ടെത്തി. എല്ലാവരും സുരക്ഷിതരെന്ന മലയാറ്റൂർ DFO. സ്ത്രീകളെ കണ്ടെത്തിയത് വനത്തിൽ നിന്നും 6 കിലോമീറ്റർ അകലെ അറക്കുമുത്തി ഭാഗത്ത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമം തുടരുന്നു. ചിറ്റഗോങ്ങിൽ ഒരു ക്ഷേത്രം കൂടി തകർത്തു. ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും പ്രതിഷേധം. സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പ് സർക്കാരിന്റെ അറിവോടെ 2023 CAG റിപ്പോർട്ടിൽ 9,000-ലധികം ജീവനക്കാർ പണം തട്ടിയതായി കണ്ടെത്തി. 40 കോടിയിലധികം രൂപ സർക്കാരിന് നഷ്ടം വന്നെന്നും കണക്കുകൾ. വൻ തട്ടിപ്പ് നടന്നിട്ടും ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാതെ സർക്കാർ. ജനം ബ്രേക്കിംഗ്. മുൻപത്തെ വഖഫ് അധിനിവേശ സമരം തകർക്കാനുള്ള സർക്കാർ CPM നീക്കങ്ങൾക്ക് തിരിച്ചടി. ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിൽ സമരസമിതി ഉന്നയിച്ച വിഷയം ഉൾപ്പെടുത്തിയില്ല എന്ന് പരാതി. അതൃപ്തി അറിയിച്ച സമരസമിതിയും ക്രൈസ്തവ സഭാ നേതൃത്വവും. ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ ജ്യോതിഷ പണ്ഡിതൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്. ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ ദേവപ്രശ്നം വച്ച് മാറ്റേണ്ടതല്ല. ക്ഷേത്രത്തിന്റെ അധികാരം തന്ത്രിക്ക് മാത്രമല്ല, തന്ത്രി കുടുംബത്തിനുമുണ്ടെന്ന് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ജനം TVയോട്. ഒരു തന്ത്രി കുടുംബത്തിലേക്ക് തന്ത്രമേൽപ്പിച്ചാൽ ചുമതല ആ തന്ത്രി കുടുംബത്തിനാണ്. അപ്പൊ ആ കുടുംബത്തിൽ പ്രത്യേകിച്ച് അന്നത്തെ കാരണവര് നടത്തി വരുന്നു എന്നേ ഉള്ളൂ. അത് കൃത്യമായി തെറ്റുകൂടാതെ ആ പരിചരണം അല്ലെങ്കിൽ ആ നിയമേനജ എന്ന് പറഞ്ഞ കാലത്തിനും സമയത്തിനും ദിവസത്തിനും അനുസരിച്ച് ചെയ്യേണ്ടത് തുടർന്ന് നടത്തേണ്ട ചുമതല തന്ത്രി കുടുംബത്തിനാണ്. നവജാത ശിശുവിന് വൈകല്യമുണ്ടായ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ആലപ്പുഴയിലെത്തും. മാതാപിതാക്കളിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. സ്കാനിംഗ് സെന്ററിലും പരിശോധന. കുഞ്ഞിനെ വിദഗ്ധ സംഘം പരിശോധിക്കും. വൈദ്യുത വിതരണ സംവിധാനം തകർത്തതിന് പിന്നാലെ യുക്രൈന് മുന്നറിയിപ്പുമായി റഷ്യ. കീവിലെ ഭരണ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണമുണ്ടാകും. പുടിന്റെ ലക്ഷ്യം സമാധാന ശ്രമങ്ങൾ തകർക്കുന്നതെന്ന് സെലൻസ്കി. ഇപ്പോൾ രാജ്യാന്തര വാർത്തകളിലേക്ക്, അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. യുക്രൈനിൽ ആക്രമണം തുടരുമെന്ന് വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുടെ ഭീഷണിക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് വോളോഡിമർ സെലൻസ്കിയും ആവർത്തിച്ചു. അമേരിക്കയും ബ്രിട്ടനും നൽകിയ ആയുധങ്ങൾ യുക്രൈൻ റഷ്യക്കെതിരെ പ്രയോഗിച്ചിരുന്നു. തുടർന്ന് ഇന്നലെ ഉൾപ്പെടെ നടന്ന അതിശക്തമായ റഷ്യൻ ആക്രമണത്തിൽ യുക്രൈൻ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾക്ക് വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. പല മേഖലകളും ഇരുട്ടിലാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിന് താല്പര്യമില്ലെന്ന് സെലൻസ്കി നിലപാട് അറിയിച്ചു. ഐസൺ ജോസ് ചേർന്ന വിവരങ്ങളുമായി. ഐസൺ, വലിയ പ്രശ്നത്തിലേക്കാണല്ലോ വീണ്ടും പോകുന്നത്. ഈ ആയുധങ്ങൾ പ്രയോഗിക്കുക, ഈ വൈദ്യുത കേന്ദ്രങ്ങളിലേക്ക് വരെ കടന്നു ചെല്ലുക, ഇത്തരം വിഷയങ്ങളൊക്കെ വലിയ ആശങ്കയാണെന്ന് മാത്രമല്ല ഇരുവരും പിന്നോട്ടില്ല എന്നറിയിക്കുന്ന സാഹചര്യം കൂടിയാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. തീർച്ചയായും വീണ, അതിസങ്കീർണമായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന സംശയം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഉയരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര നേതാക്കളെല്ലാം തന്നെ, അന്താരാഷ്ട്ര സമൂഹം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് കൃത്യമായ ചില നിലപാടുകൾ അറിയിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത ആക്രമണം നടക്കുമെന്ന് അദ്ദേഹം പറയുകയും അത് ഇന്നലെ കൂടി നടക്കുകയും ചെയ്തു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. 9.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ ആക്രമണം നടത്തിയെന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയത്.
ആ കാര്യം അത്തരത്തിൽ ആ ദീർഘസമയം നീണ്ടുനിന്ന ആക്രമണം നടന്നതായി തന്നെയാണ് പുടിനും സ്ഥിരീകരിക്കുന്നത്. സ്വാഭാവികമായും വലിയൊരു പ്രശ്നമായി ഇത് വളർന്നു വരാനുള്ളൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധിയായ വിഷയങ്ങൾ പുടിൻ ഉന്നയിക്കുന്നുണ്ട്. അമേരിക്ക നൽകിയ ആയുധങ്ങൾ, അമേരിക്കയും ബ്രിട്ടനും നൽകിയ ആയുധങ്ങളാണ് ഈ അടുത്ത കാലങ്ങളിലായി റഷ്യക്കെതിരെ ശക്തമായി പ്രയോഗിച്ചത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല മറ്റൊരു പ്രധാന സംഭവവികാസം കൂടി ഉണ്ടായത് നമുക്കറിയാവുന്നതാണ്. ഉത്തര കൊറിയയുടെ ഉത്തരകൊറിയയുടെ സൈന്യം കർസ്ക് മേഖലയിൽ ചെറിയ തോതിലെങ്കിലും വിന്യസിക്കപ്പെട്ടു എന്ന് വളരെ കൃത്യമായി അമേരിക്ക സൂചനയും നൽകുന്നുണ്ട്. സെലൻസ്കി എല്ലാം തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. യുക്രൈൻ അതിർത്തിയിൽ ഇത്തരത്തിലുള്ളൊരു സേനാവിന്യാസം നടന്നുവെന്ന്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മൈനുകൾ, അതായത് കുഴിബോംബുകൾ എന്നറിയപ്പെടുന്ന മൈനുകൾ ഉൾപ്പെടെ നൽകി ആ പ്രദേശത്ത് കുറേ കൂടി ശക്തമായ ഒരു ആയുധ സന്നാഹം ഒരുക്കാൻ യുക്രൈന് പിന്തുണ നൽകാനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല നേരത്തെ നൽകിയ മിസൈലുകൾ, ശക്തമായ പ്രിസിഷൻ മിസൈലുകളെല്ലാം തന്നെ പ്രയോഗിക്കാനുള്ള അനുമതിയും നൽകിയിരുന്നു. ഇത്തരത്തിൽ റഷ്യക്കെതിരെ ആക്രമണം സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ യുക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ സ്വാഭാവികമായും അതിശക്തമായി തിരിച്ചടിക്കാനുള്ള നീക്കം തന്നെയാണ് റഷ്യ നടത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ 1000-ലേറെ ദിവസം കഴിഞ്ഞു. 1000 ദിവസം പിന്നിട്ടിട്ട് ദിവസങ്ങളായി ഏതാണ്ട് ഒരാഴ്ചയോളം ആകാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് യുദ്ധം വീണ്ടും കൊടുമ്പുരി കൊള്ളുന്നത് എന്നാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, അതായത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ യുക്രൈനെതിരെ സ്വീകരിക്കുമെന്ന ഉറച്ച നിലപാട് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായി 2 ഘട്ടങ്ങളിലായി നടന്ന ആക്രമണത്തിൽ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളിൽ പൂർണ്ണമായും ഒരു ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 10 ലക്ഷത്തോളം പേർ അല്ലെങ്കിൽ 10 ലക്ഷത്തോളം പേർ താമസിക്കുന്ന മേഖലയിൽ മുഴുവനും ഇരുട്ടിലായി കഴിഞ്ഞു എന്നാണ് സെലൻസ്കി വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ശൈത്യകാലമാണ്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെയുണ്ട്. ഈ സാഹചര്യത്തിലെല്ലാം വലിയ തോതിലൊരു ആഘാതം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കുടിവെള്ള വിതരണവും അതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിലെല്ലാം തന്നെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് സംബന്ധിച്ച് വ്യക്തമായൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നതും ഏറെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ആണവ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കാൻ റഷ്യ മുതിരുകയാണെങ്കിൽ അതീവ അപകടകരമായിരിക്കും സാഹചര്യമെന്നും നിരീക്ഷകരെല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് റഷ്യൻ പ്രസിഡന്റിൻ്റെ ഈ ഭീഷണിയെ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പിനെ വളരെ ഗൗരവത്തോടെ കാണേണ്ടത് എന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശക്തമായ ആക്രമണം ഇനിയും തുടരുമെന്ന് തന്നെയാണ് റഷ്യ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഒരു നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്തുന്നതിനും യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തുന്നതിനും ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യുക്രൈനെ അത്തരത്തിൽ ഈ 2 സംഘടനകളിൽ 2 സംവിധാനങ്ങളിലും ഉൾപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും റഷ്യ നേരത്തെ നിലപാടെടുത്തത് യുക്രൈൻ റഷ്യക്കെതിരെ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ ഏതെങ്കിലും നാറ്റോ സഖ്യരാജ്യങ്ങൾ നൽകിയതാണെങ്കിൽ അത് നാറ്റോയുടെ നിലപാടായി കണക്കാക്കുമെന്നാണ്. സ്വാഭാവികമായും നാറ്റോയ്ക്കെതിരായ നിലപാട് കൂടിയാണ് റഷ്യ യുക്രൈനെതിരെ നടത്തുന്ന ആക്രമണങ്ങളെന്നും വായിച്ചെടുക്കേണ്ടി വരും. സ്വാഭാവികമായും അത് ഈ അടുത്ത ദിവസങ്ങളിലായി അതിൻ്റെ ഫ്രീക്വൻസി വർദ്ധിക്കുന്നു. അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ചയായി 2 തവണ അതിശക്തമായ ഓർഷനിക് മിസൈലൊക്കെ അതിസങ്കീർണമായ പ്രിസിഷൻ മിസൈലുകളാണ്, ശക്തമായ സ്ഫോടന ശേഷിയുള്ള മിസൈലുകളാണ്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡായ വലിയ നാശമുണ്ടാക്കുന്ന ബോംബുകളെല്ലാം തന്നെ പ്രയോഗിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ അതിരൂക്ഷമായ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം തന്നെ നാറ്റോയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകുക എന്ന റഷ്യൻ പ്രസിഡന്റിൻ്റെ നീക്കം തന്നെയാണ്. അത് നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ നാറ്റോയ്ക്കെതിരായൊരു നീക്കമായി അല്ലെങ്കിൽ ഈ നാറ്റോ സഖ്യം റഷ്യക്കെതിരെ നീങ്ങുന്നതിൻ്റെ പ്രതികരണമായി അതിനെ കണക്കാക്കേണ്ടി വരുമെന്നും വളരെ കൃത്യമായി പറയുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായപ്പോൾ സംഘർഷം രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് വായിച്ചെടുക്കേണ്ടത്. വീണ. ഓക്കെ, അടുത്ത വിഷയത്തിലേക്ക് പോകാം. ദേവിക, സിറിയയെ സംബന്ധിച്ച് സിറിയയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാണ്. അലപ്പോ, ഇദ്ലിബ് നഗരങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി ഇസ്ലാമിക ഭീകര സംഘടന ഹയത്ത് തഹ്രീർ അൽ-ഷം. ഇരു വിഭാഗങ്ങളിൽ നിന്നുമായി 180 പേർ കൊല്ലപ്പെട്ടതായി ബ്രിട്ടൻ ആസ്ഥാനമായി നിരീക്ഷക സംഘം അറിയിച്ചു. ഐസൻ ജോസ് തന്നെയാണ് വിവരങ്ങൾ തുടർന്നും നൽകുക. ഐസൻ, ഇതിൻ്റെ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും ആഭ്യന്തര കലഹം ഏതാണ്ട് 2020 അത്ര ശക്തമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിന്നിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും സിറിയയിൽ ആക്രമണം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലിപ്പോ നഗരത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുത്തു എന്നാണ് ഈ ഭീകര സംഘടന HAT എന്ന് പറയുന്ന ഭീകര സംഘടന അറിയിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ചില മേഖലകളുടെയും നിയന്ത്രണം തങ്ങളുടെ കൈവശമായി എന്നും ഈ സംഘടന അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം, ഈ കലാപം ശക്തമായി തുടരുന്നൊരു സാഹചര്യത്തിൽ ആ ഗൗരവത്തോടെ നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യം എന്നുള്ളത് ഈ മനുഷ്യരുടെ മരണമാണ്. അതായത് 180ഓളം ഭീകര സ്വഭാവമുള്ളവർ അല്ലെങ്കിൽ 180ഓളം പേർ 2 ഭാഗങ്ങളിൽ നിന്നുമായി, അത് വിമതരെത്രയുണ്ട് അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായുള്ളവർ എത്രയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല എങ്കിൽ കൂടി 180ഓളം പേർ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്
അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല അതിലേറെ ഗൗരവമുള്ളൊരു വിഷയം 19ഓളം സാധാരണക്കാരും സിവിലിയൻസ് ഡെത്തും കൂടെ റിപ്പോർട്ട് ചെയ്തു എന്നതാണ് അതീവ ഗൗരവമേറിയൊരു വിഷയമായി കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ വൻതോതിലുള്ള ആക്രമണം നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെയുള്ള അലിപ്പോ, ഇദ്ലിബ് നഗരങ്ങളിൽ നടന്നു. ആ നഗരങ്ങൾ, ആ പ്രവിശ്യയിലെ നഗരങ്ങളെല്ലാം തന്നെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയെന്ന ഒരു നിലപാടും ഈ ഭീകര സംഘടന അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തുടർച്ചയായി നടക്കുന്ന 2011 മുതൽ തുടരുന്ന ഈ ആക്രമണത്തിൻ്റെ ഒരു അവസാന ഘട്ടമായി ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നു. ഈ ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ സ്വഭാവത്തിൽ നടക്കുന്ന ഒരു ആക്രമണമായതിനാൽ തന്നെ പല വിദേശ ശക്തികൾ അതിന് പിന്നിലുണ്ട് എന്ന ആരോപണങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. എങ്കിൽ കൂടി ശക്തമായ ആക്രമണം സിറിയയിൽ തുടരുന്നു എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഈ സിറിയൻ നാഷണൽ ആർമിയുടെ ശക്തമായ പ്രതിരോധത്തെ ഭേദിച്ച് ഈ തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാൻ സായുധ സംവിധാനങ്ങൾ ഒരുക്കാൻ ISTS എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് സാധ്യമാകണമെങ്കിൽ അതിന് വിദേശത്തു നിന്നുള്ള പിന്തുണ ശക്തമായി ഉണ്ടാകണമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. സ്വാഭാവികമായും ബ്രിട്ടൻ ആസ്ഥാനമായ സംഘടനകളെല്ലാമാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവിടുന്നത്. വിവരങ്ങൾ പോലും പുറത്തു വരാത്തൊരു സാഹചര്യമാണ് നിലവിൽ സിറിയയിലുള്ളത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ബ്രിട്ടൻ ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ് വാച്ച് സംഘടനകളാണ് ഇത്തരത്തിൽ എത്ര മരണം സംഭവിച്ചു, അല്ലെങ്കിൽ എന്താണ് കാഷ്വാലിറ്റീസ്, ഏതാണ് അതിൻ്റെ സ്വഭാവം, ആക്രമണത്തിൻ്റെ സ്വഭാവം എന്നതെല്ലാം തന്നെ വളരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നവർ പറയുന്ന ആ സംവിധാനം തന്നെയാണ് 150 പേർ മരിച്ചു എന്നും 19 പേർ സിവിലിയൻസ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും വളരെ കൃത്യമായി പറയുന്നത്. സ്വാഭാവികമായും വലിയൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ വീണ്ടും സിറിയ ഒരു കലാപഭൂമിയാകാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് നമുക്കറിയാവുന്നതാണ് ഈ കരാർ, അതായത് ലെബനനുമായുള്ള ഇസ്രായേലിൻ്റെ ആ ഒരു സമാധാന വെടിനിർത്തൽ കരാറിൻ്റെ ഒരു സാഹചര്യം കൂടി ഇതിനോടൊപ്പം വായിച്ചെടുക്കേണ്ടതുണ്ട് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, ഇനി നമുക്ക് ഡൽഹിയിലേക്ക് കൂടി പോവേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തുമ്പോഴും മുഖ്യമന്ത്രി ആരാകുമെന്ന സസ്പെൻസ് തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലെന്ന് ഏക്നാഥ് വ്യക്തമാക്കിയതോടെ ദേവേന്ദ്ര ഫട്നാവിസിനാണ് സാധ്യത. എങ്കിലും BJP കേന്ദ്ര നേതൃത്വം ഇതുവരെ തീരുമാനം പുറത്തുവിട്ടിട്ടില്ല. സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി നേതാക്കൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നമുക്കറിയാം ഇനിയും ആ സസ്പെൻസ് പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാലും ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇപ്പോഴും ആകാംക്ഷ തുടരുകയാണല്ലേ? ദേവിക, തീർച്ചയായും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആരെത്തും എന്നുള്ള ആകാംക്ഷ ഇപ്പോഴും തുടരുകയാണ്. അതിൻ്റെ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രി ഏറെ വൈകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. സംസ്ഥാനത്തെ നേതാക്കൾ ഏക്നാഥ് ഷിൻഡെ കൂടാതെ ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങി മഹായുദ്ധിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ഈ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രഖ്യാപനം എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇന്നലെ തന്നെ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതായിരുന്നു മഹാരാഷ്ട്ര BJP സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയതെങ്കിലും ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് വീണ്ടും ദേവേന്ദ്ര ഫട്നാവിസ് എത്താനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ BJPയെ സംബന്ധിച്ച് നമുക്കറിയാം ഏത് തീരുമാനവും വളരെ കൃത്യമായി അല്ലെങ്കിൽ വിലയിരുത്തലുകൾക്ക് ശേഷം നടത്തുകയും മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും പ്രതീക്ഷകൾക്കും വിലയിരുത്തലുകൾക്കും അപ്പുറത്തേക്ക് എപ്പോഴും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ എല്ലാം നിഗമനങ്ങൾക്കപ്പുറത്തേക്കായിരുന്നു മുഖ്യമന്ത്രി മുഖങ്ങൾ എത്തിയിരുന്നത്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ BJPയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമോ എന്നുള്ളതും നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് ദേവേന്ദ്ര ഫട്നാവിസ് എത്താനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം BJPയുടെ കേന്ദ്ര നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊള്ളുന്ന ഏത് തീരുമാനവും അനുസരിച്ച് മഹായുദ്ധി മുൻപോട്ട് പോകും എന്ന പ്രഖ്യാപനവും ഏക്നാഥ് ഷിൻഡെ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഷിൻഡെ പിൻവാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഷിൻഡെ മുഖ്യമന്ത്രി കസേരയ്ക്ക് അവകാശവാദം ഉന്നയിക്കാതിരിക്കുമ്പോൾ വളരെ കൃത്യമായ ആ സ്ഥാനത്തേക്ക് എത്തുക ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ്. വളരെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും ശിവസേന ഷിൻഡെ വിഭാഗവും NCP അജിത് പവാറും ഉൾപ്പെടുന്ന മഹായുദ്ധി അധികാരം നിലനിർത്തിയത്. 288 അംഗ നിയമസഭ, രാജ്യത്ത് UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജനസംഖ്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ BJP സഖ്യം അധികാരം നിലനിർത്തി. അവിടെ കോൺഗ്രസും ശിവസേന ഉദ്ധവ് വിഭാഗവും
NCP ശരത് പവാർ വിഭാഗവും തകർന്നടിഞ്ഞ കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു. മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഒപ്പം 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമെന്ന സൂചനകൾ ലഭിക്കുന്നു. ആഭ്യന്തരം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് നൽകുമോ അല്ലെങ്കിൽ BJP കൈകാര്യം ചെയ്യുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. ശരി, ഇനി വഖഫ് അധിനിവേശം. വഖഫ് അധിനിവേശ വിരുദ്ധ സമരത്തെ തകർക്കാനുള്ള സർക്കാർ CPM നീക്കങ്ങൾക്ക് തിരിച്ചടി. ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിൽ ഉൾപ്പെടുത്താൻ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ അവഗണിച്ചതിൽ സമരസമിതിക്കും ക്രൈസ്തവ സഭാ നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. നിസാർ കമ്മീഷന്റെ നടപടിക്രമങ്ങളും വീഴ്ചകളും പരിശോധിക്കണമെന്നും ആവശ്യമുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായി ഈ വഖഫ് അധിനിവേശ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്? വീണ, വഖഫ് അധിനിവേശ വിഷയവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തെ വഴിതിരിച്ചു വിടാനും ഒപ്പം തന്നെ അതിന്റെ ജനശ്രദ്ധ ഇല്ലാതാക്കാനും എല്ലാം തന്നെയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ സർക്കാർ തലത്തിലും CPM തലത്തിലും എല്ലാം തന്നെ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ ശക്തമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു നീക്കത്തിലേക്ക് തന്നെ സമരസമിതി മാറിയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച ഘട്ടത്തിൽ അവർ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം അത് ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടതായ വിഷയങ്ങൾ സംബന്ധിച്ച് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്ന നിലയിൽ നിരവധി കാര്യങ്ങൾ ഈ സമരസമിതിയും ഒപ്പം തന്നെ സഭാ നേതൃത്വങ്ങളും എല്ലാം തന്നെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ നിസാർ കമ്മീഷനെ പറ്റിയിട്ടുള്ള വീഴ്ചകൾ, ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി തന്നെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ നിസാർ കമ്മീഷന് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ. കാരണം ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ ഉയർത്തിക്കാട്ടിയാണ് വഖഫ് ബോർഡ് പ്രധാനമായും അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ഈ പ്രദേശത്തിന് അവകാശവാദം ഉന്നയിക്കുകയും എല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി നടപടിക്രമങ്ങളെല്ലാം തന്നെ നിസാർ കമ്മീഷൻ പാലിച്ചിട്ടുണ്ടോ, നിസാർ കമ്മീഷന്റെ നടപടിക്രമങ്ങളെല്ലാം വ്യക്തമായിരുന്നോ, അല്ലെങ്കിൽ അതിൽ എവിടെയെല്ലാമാണ് പാളിച്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് സംബന്ധിച്ച് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം. അതായത് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ അന്വേഷണ കമ്മീഷൻ അത് ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം ഉയർത്തിയിരുന്നു. എന്നാൽ അത് പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ല. ടേംസ് ആൻഡ് റെഫറൻസ് പുറത്തിറങ്ങിയ ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു കാര്യം അതിലെവിടെയും ചൂണ്ടിക്കാണിക്കുന്നുമില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ വഖഫ് ബോർഡ് ചെയർമാനാണ് അത് വഖഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ചത്. അതായത് ഏക്കർ കണക്കിന് 404 ഏക്കർ വരുന്ന ഭൂമി തങ്ങളുടെ അധികാരത്തിൽപ്പെടുന്നതാണ്, അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നെല്ലാം ഉള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് ആദ്യം വന്നതും അത്തരമൊരു അവകാശം ഉയർത്തിയതും വഖഫ് ബോർഡ് ചെയർമാനാണ്. അത് എന്ത് അടിസ്ഥാനത്തിലാണ്? കാരണം സ്വാഭാവികമായും അവിടെ യാതൊരു തരത്തിലുള്ള സർവേ നടപടികൾ, റീസർവേ നടപടികൾ ഒന്നും തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രദേശത്തുള്ള നാട്ടുകാരും തന്നെ അത്തരത്തിലുള്ള ഒരു സർവേ നടപടികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ അവർക്കാർക്കും ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ്, എന്ത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ വഖഫ് ബോർഡ് ചെയർമാൻ ഒരു അവകാശവാദം ഉന്നയിക്കുകയും പിന്നീട് അത് സ്ഥിരപ്പെടുകയും ചെയ്തത് എന്ന കാര്യം ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ പരിധിയിൽ ഉണ്ടാവണം എന്ന കാര്യം അവർ ഉയർത്തിയിരുന്നു. ഈ ഒരു ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല. അങ്ങനെ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടാത്തതിലുള്ള കടുത്ത അതിർത്തി തന്നെയാണ് ആ പ്രദേശത്തെ ജനങ്ങൾക്കും ഒപ്പം തന്നെ ആ സമരത്തിന് നേതൃത്വം നൽകുന്ന സഭാ നേതൃത്വത്തിനുമെല്ലാം ഉള്ളത്. ഫാദർ ജോഷി മയ്യാറ്റിൽ അടക്കമുള്ള ആളുകൾ പല വേദികളിൽ അക്കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സർക്കാർ വാക്കുകളിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം പറയുന്നത് വഖഫ് ഭൂമി എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഭൂമി തങ്ങൾ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ദാന നൽകിയ ഭൂമി എന്ന് പോലും പറയാൻ കഴിയില്ല, പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ ഇങ്ങനെ അവകാശം ഉന്നയിക്കുകയും അത് വഖഫ് ഭൂമി എന്നും ആ വഖഫ് ഭൂമിയിൽ നിന്ന് കുടിയേഴേണ്ടി വരില്ല എന്നെല്ലാം സമാധാനിപ്പിക്കുമ്പോൾ വഖഫ് ഭൂമി എന്ന് ആവർത്തിച്ച് പറയുന്നത് ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമായി ആണ് എന്ന കാര്യം അവർ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. അതും വലിയ തോതിൽ തന്നെ അസ്വസ്ഥരാക്കുന്നുണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സമരരംഗത്ത് നിന്ന് പിന്നോട്ടില്ല. ഈ ഒരു സമര സമിതി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് അവർ കാണുന്നത്. കാരണം 3 മാസത്തേക്ക് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നു, പിന്നീട് 6 മാസം, പിന്നീട് 1 വർഷം, 1 വർഷം എന്നത് 2 വർഷം, അങ്ങനെ നീട്ടി കാലാവധി നീട്ടിക്കൊണ്ട് ഇതിലൊരു തീരുമാനമില്ലാതെ മുന്നോട്ട് പോവുകയും തങ്ങൾ വഴിയാധാരമാവുകയും തങ്ങളുടെ സമരഭൂമിയിൽ റോഡിൽ തെരുവിൽ സമരം ചെയ്യേണ്ട ആ ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾ മുന്നോട്ട് പോകുകയും
ചെയ്യേണ്ടി വരുമെന്ന ഭയം ഇപ്പോഴുമുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പുകളും അവർ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു കാര്യത്തിൽ അവർ കൃത്യമായി തന്നെ ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായും സമരമുഖത്ത് തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഇത് എന്തൊക്കെ നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അന്തിമമായ ഒരു തീരുമാനം വരുന്നത് വരെ ചതി പ്രതീക്ഷിക്കുന്നുണ്ട് അവർ എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ശരി ജിജേഷ്. ഗത്യന്തരമില്ലാതെ സർക്കാർ പുറത്തിറക്കിയ ഒരു ഉത്തരവിനെ കുറിച്ചാണ്. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ സജി ചെറിയാനെതിരായ അന്വേഷണം വൈകിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം പാളി. ഇന്നലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് കോടതിയെ ലക്ഷ്യമായേക്കുമെന്ന ആശങ്കയാൽ മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയെ സമീപിക്കാൻ അവസരമൊരുക്കാനായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുന്നു എന്ന വാർത്തകൾ വരുന്നതിന് പിന്നാലെ തന്നെ ഇതിന് പിന്നിലുള്ള ഒരു നീക്കം, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സജി ചെറിയാൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു വഴി ഒരുക്കുകയാണോ ഇതിലൂടെ സർക്കാർ ചെയ്യുന്നത്? ദേവിക, ഈ മാസം 21-നാണ് ഈ ഒരു ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ സജി ചെറിയാനെതിരെ തുടരന്വേഷണം വേണമെന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിനുശേഷം ഒരാഴ്ച പിന്നിടുമ്പോൾ മാത്രമാണ് ഈ തുടർ നടപടികളിലേക്ക് സർക്കാർ കടന്നത്. സത്യസന്ധനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ കേസ് ഏൽപ്പിക്കണമെന്നുള്ള പരാമർശം കൂടി അന്ന് ഈ ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. മന്ത്രി ആയതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ആ ഒരു വിഷയത്തിൽ അത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് നടന്ന തുടർ നടപടികളിൽ ഒരു വൈകിപ്പിക്കലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഏത് വിധേനയും സജി ചെറിയാനെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു ശ്രമമായിരുന്നു സർക്കാർ നടത്തിയത്. പിന്നീട് മാധ്യമങ്ങൾ അടക്കം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നത്. എന്തായാലും സജി ചെറിയാന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. അതായത് നേരത്തെയുള്ള ഹർജിയിൽ സജി ചെറിയാൻ കക്ഷിയല്ലായിരുന്നു. സ്വാഭാവികമായിട്ടും തുടരന്വേഷണത്തിന് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ട ഒരു സാഹചര്യത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ വിഷയം ചോദ്യം ചെയ്യാനായിട്ട് സജി ചെറിയാന് നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം സജി ചെറിയാനുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ അല്ലെങ്കിൽ അടുത്ത വൃത്തങ്ങൾ ഈ അപ്പീൽ പോകുന്ന കാര്യം പറയുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനൊരു അവസരം ഒരുക്കുകയായിരുന്നു ഇത്തരത്തിൽ ഒരാഴ്ച ഈ തുടർ നടപടികൾ വൈകിപ്പിച്ചത് മൂലം സർക്കാർ ചെയ്തത്. ഏത് വിധത്തിലും സജി ചെറിയാനെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും ഈ കേസിൽ തന്നെ ഈ കുറ്റാരോപിതൻ മന്ത്രി ആയതുകൊണ്ട് സത്യസന്ധനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് ഏറ്റെടുക്കാത്ത പക്ഷം ഒരു അട്ടിമറി സാധ്യത ഹൈക്കോടതി പോലും കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് സംസ്ഥാന ഏജൻസി ആയിട്ടുള്ള ക്രൈംബ്രാഞ്ച് തന്നെയാണ് ഈ അന്വേഷണം നടത്തുക. മന്ത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാർ മന്ത്രി രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള തുടർ നടപടികളിലും ഒരു ആശങ്ക നിഴലിക്കുന്നുണ്ട്. ദേവിക, തീർച്ചയായും ഏതായാലും ഇത് സജി ചെറിയാന് കോടതിയെ സമീപിക്കാൻ അവസരം ഒരുക്കാൻ ആയിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടത്. ഈ രശ്മിയിലേക്ക് കൂടി ഈ വിഷയത്തെ നമുക്ക് പോകേണ്ടതുണ്ട്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ പാർട്ടി അനുമതി നൽകിയിട്ടും സജി ചെറിയാൻ അപ്പീലിന് പോകാത്തത് തിരിച്ചടിയാകുമോ എന്നത് ആശങ്ക നിലനിർത്തുകയും ചെയ്യുന്നു. കോടതി പരാമർശം എതിരായാൽ രാജിയല്ലാതെ മറ്റു വഴികൾ സജി ചെറിയാൻ മുന്നിലില്ല. ഇത് ഈ പശ്ചാത്തലം ഈ DGP കേസിന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് കൂടിയാണ്. രശ്മി, എത്രത്തോളം വലിയ പ്രതിരോധത്തിലേക്ക് ഈ വിഷയം എത്തിച്ചേർന്നിട്ടുണ്ട്? കാരണം ഇത് കോടതിയുടെ മുന്നിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഒരു കോടതി പരാമർശം എതിരായി ഉണ്ടായാൽ ആദ്യമേ തന്നെ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൽ പ്രശ്നമുണ്ട്, ഭരണഘടനാ വിരുദ്ധത അതിലുണ്ട് എന്ന് കോടതി പ്രഥമ ദൃഷ്ട്യാ തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ഈ വിഷയം വരുമ്പോൾ കോടതി പരാമർശം എതിരാകുമെന്നുള്ള കാര്യം കൂടിയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സജി ചെറിയാൻ അപ്പീലിന് പോകാത്ത സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇത് കൂടുതൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്? എന്താണ് CPM-ൽ സർക്കാരിൽ സംഭവിക്കുന്നത്?
വീണ, വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ തന്നെയാണ് CPM ഉള്ളത്, സർക്കാർ ഉള്ളത്, സജി ചെറിയാനുള്ളത്. ഈ ഒരു ഹൈക്കോടതി നിർദ്ദേശം വന്നതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം, സത്യസന്ധനായ ഉദ്യോഗസ്ഥരെ കൊണ്ട് കേസ് അന്വേഷിക്കണം, അതോടൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ വാക്കുകൾ. അതിന് പിന്നാലെ സജി ചെറിയാൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചിരുന്നു. പറഞ്ഞത് ഈ ഒരു നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, താൻ രാജിവെക്കില്ല, മറ്റ് കോടതിയിൽ അപ്പീൽ പോകും എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതുവരെയും അപ്പീലിന് പോയിട്ടില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിന് CPM-ഉം അനുമതി നൽകിയിരുന്നു, സർക്കാരും അനുമതി നൽകിയിരുന്നു. പ്രശ്നം ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസംഗമാണ് സജി ചെറിയാൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അപ്പീൽ പോവുകയാണെങ്കിലും അത് കനത്ത തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇനി തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടാണ്. ആ തിരിച്ചടി ഭയന്നാണ് അപ്പീലിന് പോകാതിരിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും സജി ചെറിയാന്റെ രാജി വേണം എന്നുള്ള ആവശ്യം വളരെ ശക്തമായി തന്നെ നിലവിൽ ഉയരുന്നുണ്ട്. നമുക്കറിയാം 2022 ജൂലൈ 3-നാണ് മല്ലപ്പള്ളിയിൽ ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിൽ സജി ചെറിയാൻ പ്രസംഗിച്ചത്. അതിനുശേഷം സജി ചെറിയാനെ പരമാവധി പൊതിഞ്ഞു നിർത്താനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉയർന്നിരുന്നു. പിന്നീട് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുകയും വിമർശനങ്ങൾ ഉയരുകയും CPI വിഷയത്തിൽ ഇടപെടുകയും പിന്നീട് CPM-ന്റെ ദേശീയ നേതൃത്വമൊക്കെ ഇടപെട്ട് അത് CPM-ന് നല്ല വലിയ രീതിയിൽ അതൊരു പ്രശ്നമായി മാറുകയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് പിന്നീട് സജി ചെറിയാൻ രാജിവെക്കുന്നത്. അതിനുശേഷമാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. ഈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് സജി ചെറിയാനെ വെള്ളപൂശുന്നതായിരുന്നു, സംരക്ഷിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത്. ആ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതും ക്രൈംബ്രാഞ്ച് കൃത്യമായിട്ടൊരു അന്വേഷണത്തിലേക്ക് കടക്കണം, അതും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം വേണം എന്നുള്ളൊരു കാര്യം ഹൈക്കോടതി പറയുന്നത്. അതായത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് വീണ്ടും സജി ചെറിയാൻ അധികാരത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിനെ തന്നെ ഹൈക്കോടതി നിശിതമായി വിമർശിച്ച ഒരു സാഹചര്യത്തിൽ ആ രാജി വേണം എന്നുള്ളൊരു ആവശ്യമാണ് നിലവിൽ വളരെ ശക്തമായി തന്നെ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം DGP ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണം കൈമാറിയിട്ടുണ്ട്. ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവി ഉത്തരവിറക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ DGP നൽകിയ ഉത്തരവിൽ പറഞ്ഞിരുന്നൊരു കാര്യം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനായിരുന്നു. ആദ്യം DGP ക്രൈംബ്രാഞ്ചിന് നൽകിയ കത്തിൽ പറഞ്ഞത് ഒരു പാനൽ എന്നുള്ള ഒരു ആവശ്യമായിരുന്നു. പിന്നീട് അത് തിരുത്തിയാണ് ഇന്നലെ ഉത്തരവ് പുറത്തിറക്കിയത്. ഏതായാലും ഇന്ന് ആ ഒരു അന്വേഷണ സംഘത്തെ നമുക്കറിയാൻ കഴിയും. ക്രൈംബ്രാഞ്ച് മേധാവി ഉത്തരവിറക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എത്രമാത്രം സത്യസന്ധമായി അന്വേഷണം നടക്കും എന്നുള്ളതാണ് ഉയരുന്ന ഒരു സംശയം. ആദ്യ പോലീസ് അന്വേഷണത്തെ പോലെ ഇതും അത്തരത്തിൽ തന്നെ ആകുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കൂടി ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ തീർച്ചയായും ഉണ്ടാകും. നേരത്തെ റിപ്പോർട്ട് സജി ചെറിയാനെ പൂർണ്ണമായും വെള്ളപൂശുന്നതാണ്. അതേ രീതിയിൽ തന്നെ ആയിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എന്നുള്ളത് ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വളരെ നിർണായകമാണ്. വീണ. ഓക്കെ, ശരി രശ്മി. പാലക്കാട് നിന്നൊരു അപകട വാർത്ത. പാലക്കാട് ചിറ്റൂർ ആലാം കടവിൽ ലോറി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി സ്ത്രീ മരിച്ചു. മൈസൂർ ഹുൻസൂർ സ്വദേശിനി പാർവതിയാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന 3 പേരെ പരിക്കുകളോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. അരുൺ ആലത്തൂർ ചേർന്നുണ്ട്. അരുൺ, എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? പുലർച്ചെ ഒരു 3 മണിയോട് കൂടെയാണ് അപകടം ഉണ്ടായത്. പാലക്കാട് ചിറ്റൂർ ആലാങ്കടവിലാണ് സംഭവം. ഇറച്ചിക്കോഴി കയറ്റി വന്ന ലോറി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മറിഞ്ഞ് സ്ത്രീ മരിക്കുകയായിരുന്നു. ഇവർ അവിടെ കിടന്നുറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മൈസൂർ ഹുൻസൂർ സ്വദേശിനി പാർവതി 40 വയസ്സാണ് മരിച്ചത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേരെ പരിക്കുകളോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ലോറി ഡ്രൈവർ അജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അരുൺ, ഈ സ്ത്രീ നാടോടി സംഘത്തിലെങ്ങാനും പെട്ടതാണോ? ഇവർക്ക് വീടില്ലാത്തത് കൊണ്ടാണോ അവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കിടന്നുറങ്ങിയത്? അതുമായി ബന്ധപ്പെട്ട അവരുടെ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഇവർ ജോലി സംബന്ധമായി കേരളത്തിലേക്ക് എത്തിയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാടോടി സംഘം തന്നെയാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ഇവർ വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും മറ്റും കടന്ന് പിന്നീട് രാവിലെ അവിടെ നിന്നും മറ്റ് ജോലിക്ക് മറ്റുമൊക്കെ പോകുന്ന ഒരു സ്ഥിതിയാണുള്ള അത്തരത്തിലാണ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതേക്കുറിച്ചും കൂടെ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഓക്കെ, ഇത്തരം നാടോടി സംഘങ്ങൾക്ക് ഒരു ഷെൽട്ടർ സംവിധാനം ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ വേണം? കാരണം അതിനകത്ത് പ്രശ്നമുണ്ട് ദേവിക. കാരണം ഇവർ എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു, എവിടെയൊക്കെ താമസിക്കുന്നു, എപ്പോൾ അവിടെ നിന്ന് പോകുന്നു, ഇതിനൊന്നൊരു വ്യക്തത അവർക്ക് തന്നെ പലപ്പോഴും ഇല്ലല്ലോ. അവരത് ഒരു ആൾക്കൂട്ടം കാണുമ്പോൾ ചിലപ്പോൾ അവരവിടെ ഒരു കച്ചവടത്തിന് സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ആൾക്കൂട്ടം അവിടെ നിന്ന് ഒഴിയുമ്പോൾ അവർ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ നാടോടികൾ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ഷെൽട്ടർ സംവിധാനം ഏർപ്പെടുത്താൻ പോലും എങ്ങനെയാണ് കഴിയുക എന്നുള്ള സംഗതികൾ കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ
ഇതുപോലുള്ള കാര്യങ്ങൾ, നൈറ്റ് പട്രോളിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്കുള്ളതാണ്. അവർ വഴിവക്കിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, അപകട സാധ്യതയുള്ള സ്ഥലത്തുണ്ടെങ്കിൽ അവരവിടെ നിന്ന് മാറ്റാനും, ഈ അമിത വേഗം ഇത് ചെക്ക് ചെയ്യാനും, മദ്യപിച്ചാണോ വണ്ടി ഓടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാനും ഒക്കെയുള്ള പോലീസ് സംവിധാനങ്ങൾ നമുക്കുണ്ട്. അതൊന്നും പക്ഷേ കാര്യക്ഷമമായി നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, മറ്റൊരു വാഹന അപകടം കൂടിയുണ്ട്. ആലപ്പുഴ ചേർത്തലയിലാണ് 2 പേർ അവിടെ മരിച്ചു എന്നാണ്. KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. നവീൻ, ശ്രീഹരി എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും 24 വയസ്സായിരുന്നു. നിഷ ദിലീപ് ചേരുന്ന വിവരങ്ങളുമായി. നിഷ, ഈ അപകടം എങ്ങനെ ഉണ്ടായി? വീണ, ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത്. KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ചേർത്തല ബോയ്സ് ഹൈസ്കൂളിന് സമീപം വെച്ചായിരുന്നു അപകടം ഉണ്ടായത്. ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന KSRTC ബസ്സായിരുന്നു. യുവാക്കൾ പുലർച്ചെ ജോലിക്കായി എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ആ ഒരു സമയത്ത് പുലർച്ചെ ആയതിനാൽ തന്നെ എന്താണ് അപകട കാരണം എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അതിദാരുണമായ ഒരു അപകടമാണ് 24 വയസ്സുള്ള 2 യുവാക്കളുടെ ജീവനെടുത്തത്. ചേർത്തല പുതുവൽ നികർത്തിൽ രമേശന്റെ മകൻ നവീൻ, അമ്പാടി എന്ന് വിളിക്കുന്ന നവീൻ, വിജയപ്പന്റെ മകൻ ശ്രീഹരി എന്നിവരാണ് മരിച്ചത്. 2 പേർക്കും 24 വയസ്സായിരുന്നു. ഇവർ 2 പേരും എറണാകുളം ഭാഗത്തേക്ക് ജോലിക്കായി പോയത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഉടൻ 2 യുവാക്കളും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. വീണ, ദേവിക. ഓക്കെ, ശരി നിഷ. ഇനിയൊരു കലോത്സവ വേദിയിലേക്ക് പോവുകയാണ്. നെയ്യാറ്റിൻകര റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ സംഘർഷം. പെൺകുട്ടികളുടെ സംഘനൃത്തത്തിലെ വിധി നിർണയത്തിലാണ് പ്രതിഷേധം. വഴുതക്കാട് കാർമൽ സ്കൂളിന് 1ാം സ്ഥാനം നൽകിയതിനെതിരെ കോട്ടൺ ഹിൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് പ്രതിഷേധിക്കുന്നത്. വിധികർത്താക്കളുടെ മുറിക്ക് മുന്നിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധം. യെസ്, നമുക്കതിനൊരു പ്രതികരണം ഒന്ന് കേൾക്കാം ദേവിക. രശ്മി കാർത്തിക അവിടെ നിന്ന് ചേർന്നുണ്ട്. രശ്മി, കഴിഞ്ഞ ദിവസവും ഇവിടെ വലിയ സംഘർഷം ഉണ്ടായല്ലോ. വിധി പറയുമ്പോൾ ഇത്തരം സംഘർഷങ്ങൾ സാധാരണയായി ഉണ്ടാകാറുള്ളതാണ്. ഇപ്പോൾ അവിടെ നിലവിലത്തെ അവസ്ഥ എന്താണ്? സാധാരണ ഇത്ര കലോത്സവ വേദികളിൽ ഈ 1ാം സ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര റവന്യൂ ജില്ലാ കലോത്സവത്തിലും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഈ കലോത്സവ വേദിയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവം നടക്കുന്നത് ഇന്ന് രാവിലെ 3 മണിക്കാണ്. ഈ കാർമൽ സ്കൂളിനാണ്, അതായത് വഴുതക്കാടുള്ള കാർമൽ സ്കൂളിനാണ് ഗ്രൂപ്പ് ഡാൻസിൽ സംഘനൃത്തത്തിൽ 1ാം സ്ഥാനം കിട്ടിയത്. അതിൽ കോട്ടൺ ഹിൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് പ്രതിഷേധിക്കുന്നത്. ഈ വിധികർത്താക്കൾ ശരിയായ രീതിയിലല്ല പോയിന്റ് നൽകിയത് എന്നുള്ളതാണ് ഇവരുടെ ഒരു ആക്ഷേപം. ഇതേ തുടർന്ന് ഇവരുടെ മുറിയിൽ, അതായത് വിധികർത്താക്കളുടെ മുറിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഈ വിധികർത്താക്കൾ അവരുടെ മുറിയിലേക്ക് ഓടിക്കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. പിന്നീട് പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയാണ് ഈ പ്രതിഷേധത്തിനൊരു അയവ് വന്നത്. പക്ഷേ ഇപ്പോഴും ഈ ഒരു ആവശ്യത്തിന്മേൽ കോട്ടൺ ഹിൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിഷേധം തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ, ദേവി. ശരി രശ്മി. ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ 10 വിശിഷ്ട വ്യക്തികൾക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ഗവർണർ CV ആനന്ദബോസ്, മുൻ കേന്ദ്രമന്ത്രി മുരളി മനോഹർ ജോഷി, RSSന്റെ മുതിർന്ന പ്രചാരക് S സേതുമാധവൻ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി. മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ 7ാമത് ദേശീയ പുരസ്കാരങ്ങളാണ് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തത്. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ 10 വിശിഷ്ട വ്യക്തികൾക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത്. ജന്മഭൂമി മുൻ മുഖ്യപത്രാധിപരും എഴുത്തുകാരനുമായ P നാരായണൻ, മുൻ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി, കർദിനാൾമാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ അടക്കമുള്ളവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് മുഖ്യ അതിഥിയായി. श्री R बालशंकर जी,
मेरे सामने बैठी हुई विभूतियाँ जय कुमार जी, मैडम मेनका गांधी जी, ऑल दी अवार्ड विनर्स श्री पी नारायणन, श्री उपेंद्र दत्त, श्री सत्यनारायण राजू जी, श्री जीजू जॉन, हिज एक्सेलेंसी मोरान मोर, श्री जी राजमोहन, श्री हरीश कुमार, श्री काया कुट्टी, श्री अर्जुन नायर जी. At the outset, I have to congratulate you all. In fact, by awarding you, we are also awarding ourselves by trying to send out a message that look here, these are the icons we have to emulate and live up to the kind of work that they are doing for the welfare of society and for the welfare of mankind at large. പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് വിശിഷ്ടാതിഥിയായ ചടങ്ങിൽ RSSന്റെ മുതിർന്ന പ്രചാരകൻ S. സേതുമാധവൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. देहांत के बार भी हजारों लोगों के मन में वो जीवित रहते हैं, अमर रहते हैं. इसी तरह अपने घर के काम और निजी काम और सब लेकर कई विषय पर एक्सेलेंस होने के बाद समाज के बारे में सोचते हुए जिए. ऐसा मंगलम स्वामीनाथ इनके नाम पर ऐसा अवार्ड देने की व्यवस्था होने के कारण अभी केवल इनके जो परिवार जो जानने वाले ऐसा व्यक्ति नहीं है, पूरा भारत में हजारों लोगों के मन में वो अमर रहे हैं अभी. മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ മുരളി മനോഹർ ജോഷി മുഖ്യ രക്ഷാധികാരിയായ ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ദേശീയ പുരസ്കാര വിതരണ ചടങ്ങിൽ ജനം TV മാനേജിംഗ് ഡയറക്ടർ ചെങ്കൽ രാജശേഖരൻ നായർ, RSSന്റെ മുതിർന്ന പ്രചാരകനും ജനം TVയുടെ പ്രഭാരിയുമായ A. ജയകുമാർ അടക്കം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഭാഗമായി. ജനം, ഡൽഹി. കേരളത്തിൽ റെയിൽവേ വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കത്തെഴുതി. ആവശ്യമായ ഭൂമിക്ക് 2100 കോടി രൂപ കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടും നടപടികൾ വൈകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഇടപെടൽ. കേരളത്തിലാകെ 350 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് റെയിൽവേ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നതിനാൽ റെയിൽവേ വികസന പദ്ധതികളെല്ലാം അവതാളത്തിലാണ്. വിവിധ പദ്ധതികൾക്കായി 470 ഹെക്ടർ ഭൂമി ആവശ്യമാണെന്നിരിക്കെ ആകെ 64 ഹെക്ടർ ഭൂമി മാത്രമാണ് സംസ്ഥാനം ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറിയത്. തിരുവനന്തപുരം കന്യാകുമാരി പാത, എറണാകുളം കുമ്പളം പാത, കുമ്പളം തുറവൂർ പാത, അങ്കമാലി ശബരി ലൈൻ എന്നിവയ്ക്കായി 416 ഹെക്ടർ ഭൂമിയാണ് ആവശ്യമുള്ളത്. ഈ 4 സുപ്രധാന പദ്ധതികൾക്കായി ഇതുവരെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകിയത് വെറും 24 ഹെക്ടർ ഭൂമി മാത്രമാണ്. ഭൂമി ഏറ്റെടുക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു. ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ മുഴുവൻ തുകയും നൽകിയിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഉദാസീന മനോഭാവം കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് തുരങ്കം വെക്കുകയാണ്. സംസ്ഥാനത്താകെ 12,350 കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതികളാണ് റെയിൽവേ ആവിഷ്കരിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ മാത്രം 3011 കോടി രൂപയാണ് കേരളത്തിന്റെ റെയിൽവേ വികസന സ്വപ്നങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചത്. ജനം, ഡൽഹി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. പ്രത്യേക അന്വേഷണ സംഘമാണ് കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. തെറ്റുപറ്റി എന്ന് ADM പറഞ്ഞു എന്ന മൊഴിയിൽ കളക്ടർ വ്യക്തത വരുത്തിയതായി സൂചനയുണ്ട്. മിഥുൻ പിള്ള ചേർന്ന വിവരങ്ങളുമായി. മിഥുൻ, ആ ഒരു വാചകമായിരുന്നല്ലോ വലിയ പ്രശ്നത്തിലേക്ക് പോയതൊക്കെയും. അപ്പോൾ അത് തന്നെയായിരുന്നോ ഈ ചോദ്യം ചെയ്യൽ കൂടുതലായി, മൊഴിയെടുക്കാൻ നേരം കൂടുതലായി ഉന്നയിച്ചതും? വീണ, നമുക്കറിയാം ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു മൊഴി നൽകിയ ആളാണ് കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ. അന്ന് മൊഴി നൽകിയ കൂട്ടത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് ADM തന്നോട് പറഞ്ഞതായി കളക്ടർ ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെയും അതുപോലെ തന്നെ ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ തെളിവെടുപ്പിലും മൊഴി നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്ത് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞെങ്കിൽ പോലും എന്താണ് തെറ്റ് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഈ മൊഴിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കോടതിയിലും ഇതേ വിഷയം ഉന്നയിക്കുകയും അവിടെയും എന്താണ് തനിക്ക് തെറ്റുപറ്റി എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത കളക്ടർ കൊടുത്ത മൊഴിയുടെ ഒരു വ്യക്തത അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴിയെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലെത്തിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള ACP രത്നകുമാർ അടക്കമുള്ള സംഘം അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ തെറ്റുപറ്റിയെന്ന് ADM കളക്ടറോട് പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം തന്നെ ഒരു വ്യക്തത വരുത്തിയതായ ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്.
മാത്രമല്ല മുൻപ് അന്വേഷണ സംഘത്തിന് കൊടുത്ത മൊഴി കണ്ണൂർ ജില്ലാ കളക്ടർ ആവർത്തിക്കുകയാണ് ചെയ്തതെന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതേസമയം ഈ ADMന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കാൻ ഒരു തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുമുള്ളത്. വീണ. ഓക്കെ, ശരി മിഥുൻ. അതേസമയം ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം, സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ തിരിമറി, മന്ത്രി സജി ചെറിയാനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ഹൈക്കോടതി ഇടപെടൽ, ഇതൊക്കെയും ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ചയായേക്കും എന്ന് കരുതുന്നു. വിവാദങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായിരിക്കും ഏതായാലും ഇന്നത്തെ യോഗത്തിൽ ശ്രമിക്കുക CPM. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, പ്രധാന അജണ്ടയായി എന്താണ് CPM പറയുന്നത്? അതേസമയം ഈ പറഞ്ഞ വിവാദ വിഷയങ്ങളിലെല്ലാം ചർച്ച വരികയും അതെങ്ങനെ പ്രതിരോധിക്കണം എന്ന രീതി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ തർക്കമില്ല. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങുന്ന ഒരു സമ്മേളനം കൂടിയാണ്, ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിവാദ വിഷയങ്ങളെല്ലാം ഇതിൽ ചർച്ചയാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ ഒരു അവസ്ഥയിൽ CPM പ്രതിരോധത്തിലായി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് പല വിഷയങ്ങളിൽ. അതിൽ അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാകുമെന്നതും നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രധാനമായ അജണ്ടകൾ ഇതൊക്കെ തന്നെയാണെന്നാണ് ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഈ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം CPMനെ വീണ്ടും ഒരു വെട്ടിലാക്കുന്ന സാഹചര്യമുണ്ട്. CBI അന്വേഷണം അടക്കമുള്ളവ കാര്യങ്ങൾ കുടുംബം ആരോപിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇത് വേണമെന്നൊരാവശ്യം കുടുംബം ഉന്നയിച്ചപ്പോൾ അതിലേക്ക് CBI കൂട്ടിലടച്ച തട്ട എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. ഈ വിഷയങ്ങളടക്കം സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം ഈ വിഷയത്തിൽ പലപ്പോഴും CPM കുടുംബത്തോടൊപ്പമല്ല എന്നത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതായത് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അത് സമാനമായ സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അതിൽ അതൃപ്തിയും ഒരു ഭാഗത്ത് ഈ വിഷയത്തിൽ അതൃപ്തിയും പോകുന്നു. എന്തായാലും ഈ വിഷയവും ഇന്നത്തെ ഈ സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തേക്കും. മറ്റൊന്ന് CPMനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് ഇപ്പോൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. വലിയ രീതിയിൽ ഇതിൽ CPM പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യമുണ്ട്, സർക്കാരും പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും ഇതിൽ ഈ ഒരു വിഷയത്തിൽ ആരോപണവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. തെളിവുകളടക്കം നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വാർത്തകൾ പലതും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ഉത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയം. മറ്റൊരു വിഷയം എന്നതാണ് ഇപ്പോൾ ഈ സജി ചെറിയാന്റെ മന്ത്രിസഭ ഈ പരാമർശവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിക്ക് ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. അതിനനുസരിച്ച് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ ഒരു കഴിഞ്ഞ ദിവസം DGP ഉത്തരവ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നൽകുന്നുണ്ട്. അതായത് സജി ചെറിയാൻ അപ്പീലിന് പോയിട്ടില്ല അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് തിരിച്ചടിയാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ, ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നാൽ എങ്ങനെയായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ നിലവിലുണ്ട്. ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ചയായിരിക്കുമെന്നാണ് അറിയുന്നത്. ഏതായാലും വിവിധ വിഷയങ്ങൾ ചർച്ചയാക്കാനുണ്ട് CPMന്. അപ്പോൾ പക്ഷേ അത് ഏതൊക്കെ ചർച്ചയാക്കും, അതിലെടുക്കുന്ന തീരുമാനങ്ങൾ ഏതൊക്കെ പുറത്തു പറയുമെന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം മുൻ പ്രാന്ത സംഘചാലക് യശശരീരനായ MK ഗോവിന്ദൻ നായരുടെ ഭാര്യയും ബാലഗോകുലം പത്തനംതിട്ട ഗോകുല ജില്ലാ ഉപാധ്യക്ഷയായ ഡോക്ടർ രമാദേവിയുടെ മാതാവുമായ സുമതിയമ്മ ടീച്ചർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. തട്ടയിൽ മല്ലിക ചാങ്ങവീട്ടിൽ കുടുംബാംഗം ആണ്. സംസ്കാരം ഡിസംബർ 2. മതമൗലികവാദ സംഘടനയെന്ന് ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് സർക്കാർ നിരോധിക്കാൻ നീക്കം നടത്തുന്ന ഇസ്കോൺ സഹായം എത്തിക്കുന്നത് ബംഗ്ലാദേശിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളടക്കം ആയിരക്കണക്കിന് പേർക്ക്. ബംഗ്ലാദേശിലെ ഉൾഗ്രാമങ്ങളിൽ പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിനായി ഇസ്കോൺ നടത്തുന്നത് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഇസ്കോണെ നിരോധിക്കണമെന്ന ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ആവശ്യം പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിലും ഇത് വലിയ ചർച്ചയാവുകയാണ്. ബംഗ്ലാദേശ് ഇസ്കോണിന് നേരെയുള്ള ആക്രമണം ലോകമെമ്പാടും ആശങ്കയോടെയാണ് കാണുന്നത്. അടുത്ത വീണ്ടും നമുക്ക് കുട്ടമ്പുഴയിലേക്കൊന്ന് പോകാം. കോതമംഗലം കുട്ടമ്പുഴയിൽ വനത്തിൽ കുടുങ്ങിയ 3 സ്ത്രീകളെയും കണ്ടെത്തിയെന്ന വാർത്ത. എന്താണ് ഇതിൻ്റെ കൂടുതൽ ഇപ്പോഴുള്ള പുതിയ വാർത്തകൾ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, എന്താണ് പുതിയ വിവരങ്ങൾ?
ഏറ്റവും പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ തന്നെയാണ് അവരെ രക്ഷിച്ചുകൊണ്ട് ഇവിടെ എത്തി തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ഭാഗങ്ങൾ തന്നെയാണ് അവരുടെ ഒരു സന്തോഷം, അതായത് തിരിച്ച് കിട്ടിയതിന്റെ ഒരു സന്തോഷം ഭാഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറ്റു രണ്ടുപേർ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വന്നിരിക്കുന്നത് മായയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. മായ തിരിച്ചു വന്നിരിക്കുന്നു. ആ ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അവരോട് കാരണം സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ആ സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്ന ഒരു സാഹചര്യം. കാരണം ഏതാണ്ട് 17 മണിക്കൂറോളം അവിടെ നിന്നതിന് ശേഷം ഇപ്പോൾ മായ തിരിച്ചു വന്നിരിക്കുന്നു. അതിന്റെ ആദ്യ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണിക്കാൻ കഴിയുന്നത്. പ്രേക്ഷകർ അത് തന്നെയാണ് കാണുന്നത്. കാരണം നമ്മുടെ എല്ലാം അത്ര വലിയ ഒരു സന്തോഷത്തിന്റെ സാഹചര്യത്തിന് ശേഷമാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. റേഞ്ച് ഉണ്ടായിരുന്നോടത്താ വിളിച്ചത്. റേഞ്ച് പോയി കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കാൻ പറ്റാതെ വന്നു. ഹലോ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വനത്തിൽ നിന്നും മടങ്ങിയെത്തിയ, അതായത് അവിടെ കുടുങ്ങിപ്പോയ മായ എന്ന സ്ത്രീ മടങ്ങിയെത്തിയതാണ്. അവർ 3 പേരും സുരക്ഷിതരാണെന്ന് നേരത്തെ തന്നെ വിവരങ്ങളുണ്ടായിരുന്നു. നമുക്ക് കാണാം, ഏറെ വൈകാരികമായ നിമിഷങ്ങളാണ്. കാരണം 14 മണിക്കൂറാണ് രാത്രി കാട്ടിൽ അവർ അകപ്പെട്ടു പോയത്. അപ്പോൾ എന്തായി, അവരെവിടെയാണ്? അവർക്കറിയാവുന്ന കാടായിരിക്കാം, പക്ഷേ നാട്ടിലുള്ളവർക്ക് വലിയ ആശങ്കയായിരുന്നു. ഇതേ മായ തന്നെയാണ് കഴിഞ്ഞ ദിവസം 4:45 അവസാനമായി അവരോട് സംസാരിച്ചത്. അപ്പോഴും മായ അറിയിച്ച ആശങ്ക എന്താണെന്ന് വെച്ചാൽ കാട്ടാനക്കൂട്ടത്തിനരികിലായി പോയി എന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വളരെയധികം ആശങ്കയോടെയാണ് ആ ഒരു വാർത്ത നോക്കിക്കാണുന്നത്. അതിനുശേഷം തന്നെ മായയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ആശങ്കകൾക്കൊടുവിലാണ് ഇപ്പോൾ മായ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ആ ഒരു ആശ്വാസത്തിലാണ്. അത്രയും വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ. പോയതല്ലേ, അപ്പൊ വല്ലാതെ പേടിച്ചു പോയെന്നായിരുന്നു പറഞ്ഞത്. ആശ്വാസമായിരുന്നു. മകനുണ്ടായിരുന്നു അവിടെ മകനാണോ ആദ്യം കണ്ടത് അമ്മേനെ? ചേട്ടൻ ഇപ്പോഴും ടെൻഷൻ മാറിയിട്ടില്ല, കരഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലേ? ചേട്ടൻ ആശുപത്രി പോയ സമയത്താണല്ലോ ഇതൊന്നും പറയാതെ കാട്ടിലേക്ക് കയറി പോയത്. ഇങ്ങനെ പെട്ടെന്ന് പശുവിനകത്തൊക്കെ പോകാൻ തോന്നാൻ കാരണം അങ്ങനെ പോകാനുള്ള ഒരു ദിവസമായിട്ട് കാണാത്തോണ്ടങ്ങ് പോയി. ചേട്ടൻ വഴിയൊക്കെ പറഞ്ഞു തന്നായിരുന്നല്ലോ, പോയോ? മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥ ആദ്യഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നില്ല. കാരണം ആശ്വാസ തീരത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷത്തിൻ്റെ അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അവരത് വ്യക്തമാക്കുന്നുണ്ട് എത്രത്തോളം ആശ്വാസമായി എന്നുള്ളത്. എങ്ങനെ വിളിച്ചു? നിങ്ങൾ കൂവി വിളിച്ചപ്പോഴാണോ മറുപടി കിട്ടിയത്? വിളിച്ചായിരുന്നു, പക്ഷേ കോള് വിളിച്ചിട്ട് റെസ്പോൺസ് ഒന്നും വന്നില്ല. രാവിലെ അവർ തന്നെ ഇറങ്ങി വരുമായിരുന്നു. റേഞ്ചുള്ള ഭാഗത്തല്ലായിരുന്നു എന്ന കാര്യം അവർ പറയുന്നുണ്ട്. കാരണം ഉൾക്കാട്ടിനുള്ളിൽ ആയിപ്പോയല്ലോ. ഇപ്പോൾ ഈ നമുക്കറിയാം അന്വേഷണ സംഘത്തിനൊപ്പം അവരുടെ മകനുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് എല്ലാവരെയും കണ്ടെത്തി ആശ്വാസ തീരത്തേക്ക് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ ഒരു വലിയ ആശ്വാസം അവർക്കുണ്ട്. ഇപ്പോൾ മെഡിക്കൽ സംഘം അവരെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മണിക്കൂറുകൾ അവിടെ വനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഴിയേണ്ടി വന്ന ഒരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഈ ഒരു ആശങ്ക നേളിക്കുകയും ചെയ്യുന്നത്. നമുക്ക് അവരോട് തന്നെ
മോള് ഭയങ്കര ധൈര്യത്തോടെ അവിടെ പിടിച്ചു നിന്നു, രാത്രിയൊക്കെ നിന്നു, ഇപ്പൊ തിരിച്ചു വന്നു കുട്ടികൾക്കൊപ്പം അല്ലേ? തൃപ്തിയായില്ലേ? സന്തോഷായില്ലേ? സന്തോഷമായി. നേരത്തെ എല്ലാവരും തെരച്ചിലൊക്കെ നടത്തിയപ്പോ തന്നെ ഒരു ആശ്വാസമായിരുന്നു അല്ലേ കണ്ടെത്തും നോക്കിയുള്ളത്? ഫോണിൽ കണ്ടില്ലായിരുന്നു അവര് നടന്നു വരുന്നതൊക്കെ? ഫോണിൽ കണ്ടില്ലേ? കണ്ടു. എന്താ തോന്നിയപ്പോ? വിഷമിച്ച് നിക്കല്ലേ, വന്നു കിട്ടിയ മാറിയില്ലേ നേരിട്ട് കണ്ടപ്പോ? നേരിട്ട് കണ്ടപ്പോ എന്താ പറഞ്ഞത്? കെട്ടിപ്പിടിച്ച് കരയുന്ന കണ്ടു. എന്തായാലും അമ്മ റെസ്റ്റ് എടുക്കല്ലേ? ഇനി മോള് വേറെ കുഴപ്പമൊന്നും കഴിച്ചിട്ടില്ല. അവര് ഇന്നലെ മുതൽ മോളെ കണ്ട് എന്തെങ്കിലും ക്ഷീണങ്ങൾ ഞാനും കഴിച്ചിട്ടില്ല. അമ്മയ്ക്കും ഉണ്ട്. മോള് കാണാതെ പിന്നെ ആഹാരം കഴിക്കണ എങ്ങനെ, ഉറങ്ങണ എങ്ങനെയാ, അങ്ങനെ ഇരുന്ന് എന്നെ നേരം വെളുപ്പിച്ചു. കാടിനകത്തേക്ക് പോയത് പിന്നെ അറിഞ്ഞതല്ലേ? അത് അറിഞ്ഞില്ലായിരുന്നു, വൈകുന്നേരം ആയപ്പോഴാണ്. എങ്ങനെ ഭക്ഷണം കഴിക്കുക, എങ്ങനെ ഉറങ്ങാന്ന് ചോദിക്കണം. ഉറങ്ങിയിട്ടില്ല, ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാൻ ഇരുന്ന് തന്നെ നേരം വെളുപ്പിക്കുക. പറഞ്ഞതുപോലെ തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇരുന്ന് നേരം വെളുപ്പിക്കരുത്. ഇന്നലെ മായയുടെ വീട്ടിലാണ്, അവിടെ മുൻവശത്ത് പോയിരിക്കുന്നു അല്ലേ? അവിടെ വന്നിരിക്കുക. പറഞ്ഞതുപോലെ മകളെ കാണുന്നില്ല. ഇനി മോളെ കാട്ടിലേക്കൊന്നും വിടില്ലല്ലോ അല്ലേ? പുറത്തിറങ്ങി പോരെന്ന് പറയൂലേ? അമ്മ സന്തോഷത്തിന്റെ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് പോകുന്നത് അല്ലേ? എങ്ങനെയാണ് ഈ മണിക്കൂറുകളൊക്കെ കഴിഞ്ഞു പോയത്? എങ്ങനെയാണ് ദൈവത്തിന് അറിയാവുള്ളൂ, എനിക്കറിയില്ല. രാത്രി ഉറങ്ങുമോ, കിടക്കുമോ, ആഹാരം കഴിക്കുമോ, ഇന്നലെ രാവിലെ ചായ കുടിക്കുക, അങ്ങനെ കഴിഞ്ഞു പോയി. പ്രാർത്ഥനയിലായിരുന്നു ഈ മണിക്കൂറുകൾ അത്രയും പ്രാർത്ഥന? അത് ദൈവത്തോടുള്ള പ്രാർത്ഥനയിലാണ്. പിന്നെ അമ്മേ വേറെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നതാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഈ അവരുടെ എല്ലാം മെഡിക്കൽ സംഘം എല്ലാവരെയും പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. അതിൽ മായയുടെ ദൃശ്യങ്ങൾ അടക്കം നമുക്ക് ഇപ്പോൾ കാണാം. മായ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ മായക്കില്ല. പ്രാഥമികമായ പരിശോധനകൾ ഡോക്ടർമാർ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ 3 പേരും സുരക്ഷിതരായി തിരിച്ചെത്തിയിരിക്കുന്നു എന്ന വളരെ സന്തോഷകരമായ ഒരു നിമിഷങ്ങൾ, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിലേക്ക് തന്നെയാണ് നിമിഷങ്ങളിൽ തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടർ നോക്കിയിട്ട് എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, ഓക്കെ. ഒന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഭക്ഷണം, വെള്ളമൊക്കെ കുടിക്കാനൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്നിട്ട് തോന്നിയായിരുന്നോ? വെള്ളവും ഇതൊന്നും തോന്നിയില്ല. ഏർപ്പാട് തന്നെയായിരുന്നു, ആന മാത്രമായിരുന്നു അല്ലേ? ശരി, അത് തന്നെയാണ്. വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞില്ല. എങ്ങനെയെങ്കിലും ആ ആനക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നായിരുന്നു അവർ പ്രതികരിക്കുന്നത്. കാരണം അത്രത്തോളം മാനസികാവസ്ഥ അത്രത്തോളം മോശമായിരിക്കാം ആ ഒരു സന്ദർഭത്തിൽ. ഇപ്പോൾ വലിയ ആശ്വാസം, ഒപ്പം തന്നെ ആ ഒരു നടുക്കത്തിൽ നിന്ന് അവർ വിട്ടുമാറുന്നതേ ഉള്ളൂ എന്ന് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് അറിയാവുന്ന സ്ഥലമാണെങ്കിൽ പോലും അവർ ആശ്വാസം, ഇപ്പോഴാണ് അവർക്ക് ആശ്വാസം വന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ സന്തോഷ വാർത്തയോടുകൂടി തന്നെയല്ലേ നമുക്ക് നമ്മുടെ പുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സന്തോഷമുള്ള നല്ല വാർത്തയും വിശേഷങ്ങളും ഒക്കെ കേട്ടതിന് ശേഷം അതേസമയം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വാർത്തകളുള്ള ദിവസം, വരും മണിക്കൂറുകളിൽ നമ്മൾ ചർച്ചയാക്കാവുന്നതുമാണ്. നമുക്കപ്പോൾ ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ടിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. നമസ്തേ.